ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക് എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവസന്നിധിയിൽ ശാന്തമായി നമ്മെ തന്നെ വേർതിരിച്ച് ദൈവത്തിന് താല്പര്യമുള്ള ഒരു കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കുവാൻ ഈ ട്രസ്റ്റിന്റെ ഉദ്യമങ്ങളെ ദൈവസന്നിധിയിൽ വീണ്ടും സമർപ്പിക്കാം. സ്തോത്രത്തോടെ, വിനയത്തോടെ, സമർപ്പണത്തോടെ. അവിടുത്തെ തിരുനാമം മഹത്വീകരിക്കപ്പെടുവാനും സഭയുടെ കൊമ്പുയരുവാനും സമൂഹത്തിലെ പ്രത്യേകിച്ചും നമ്പരപ്പെടുന്നവർ അതിലും വിശേഷിച്ച് മരണവുമായിട്ട് മല്ലിടുന്ന ഒരു വലിയ സമൂഹത്തിന് ശ്രദ്ധേയമായിട്ടുള്ള ഒരു ശുശ്രൂഷ നിർവഹിക്കുവാൻ നമ്പരപ്പെടുന്നവരെ കുറിച്ച് വളരെ കരുതൽ ഉള്ളിൽ നിലനിർത്തുകയും അത് അർത്ഥപൂർണമായ ദിവസനിധി സമർപ്പിക്കുകയും ലോകശ്രദ്ധയിലേക്ക് അത് വേർതിരിക്കുകയും ചെയ്ത കേരളത്തിന് സംഭാവന ചെയ്യാൻ സാധിച്ച മല്ലനായ അഭിമന്യ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നാമത്തിൽ വേർതിരിക്കപ്പെടുന്ന ഈ പ്രസ്ഥാനം, ഈ സ്ഥാപനം അനുഗ്രഹകരമായ ദൈവേഷ്ടപ്രകാരം പ്രയോജനമുള്ള ഒരു തലത്തിലേക്ക് വളർന്നു വരുവാൻ ദൈവമേ കൃപയല്ലണമേ. അതിനുവേണ്ടി അധ്വാനിക്കുകയും ക്ലേശിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുവാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന ഈ സമൂഹത്തെ നിന്റെ കരം നീട്ടി വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അതിനുവേണ്ടി ആരംഭിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ അടിസ്ഥാന ചില നിർവഹിക്കുന്ന ഈ സമർപ്പിക്കുന്ന ഈ സമയം എന്റെ കരുണാകടാക്ഷം ഞങ്ങളുടെ മേലൊതുപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇതിനുവേണ്ടി അധ്വാനിക്കുവാൻ, ക്ലേശിക്കുവാൻ, ഇതിന്റെ പ്രയോജനം അനുഭവവേദ്യമായി തീരുവാൻ ആഗ്രഹിക്കുന്ന, അർഹിക്കുന്ന ആ സമൂഹത്തെയും ഇതിന് നേതൃത്വം നൽകുകയും ഇവിടെ സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്ന സഹോദരരെ തിരുസന്നിധിയെ സമർപ്പിച്ച് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവത്തിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി. തന്റെ മഹത്വം കൊണ്ട് ആകാശവും ഭൂമിയും നിറപ്പെട്ടിരിക്കുന്ന ബലവാനായ നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങൾ കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ പ്രാർത്ഥന കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്തുതി പാപികളായ അടിയാരോട് രാജാവേ സ്തുതി. പാറക്മോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. എന്റെ രാജ്യം വരണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ
നടക്കണം പാപങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഇനിയോ ദുഷ്ടനെ രക്ഷിച്ചോളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമീൻ. പറഞ്ഞു പറയുമേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും ദൈവപുരാണ് വീക്ഷിക്കണമേ. ആമീൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ കരുണയും രണ്ട് ലോകങ്ങളിലും നീക്കിപ്പെടുമാറാകണമേ. ആമീൻ. കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവും ദിവ്യജ്ഞാനത്താൽ പ്രപഞ്ചത്തെ അത്ഭുതകരമായി നിലനിർത്തുന്നവനും തന്റെ കൈവെള്ള മേൽ തിരുസഭയെ പരിപാലിക്കുന്നവനുമായ ദൈവമേ, നിന്റെ സൃഷ്ടി വൈഭവത്തെയും സൃഷ്ടിയോടുള്ള നിന്റെ കരുതലിനെയും സ്നേഹത്തെയും ഞങ്ങൾ വാഴ്ത്തുന്നു. ദൈവത്താവേയും മന്ദിരത്തിന് അടിസ്ഥാനമിടുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഇതിന്റെ പണിയിൽ തിരഹിതവും ആലോചനയും ഉണ്ടാകണമേ. പണി തുറന്ന് പണിക്കുറവ് തീർന്ന് പൂർണ്ണതയിലെത്തുവാൻ നിന്റെ വാഴ്വുകൾ ചെയ്യണമേ. ഞങ്ങൾ ഈ പ്രയത്നവും ആയുസ്സിലെ എല്ലാ പ്രയത്നങ്ങളും പ്രയോജനകരവും നിനക്ക് പ്രീതികരവുമായി തീരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറ്റും. ഹോശോ ആമീൻ. ഭവനം പണി ചെയ്യുകയിൽ പണി ചെയ്യുവാനുള്ള അധ്വാനം വ്യർത്ഥം. നാഥൻ നഗരം കാവൽ ചെയ്യുകയിൽ കാവൽ ചെയ്തു ഇവരുടെ ശ്രമവും പാഴാകും. വിളി ചെയ്യുവോർ യും കർത്തൻ അവരുടെ നിലവിൽ താൻ കേൾക്കും. സ്നേഹിതരെ താൻ പാലിക്കും. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ല മഹത്വവും ഇടപെടാതെ കരയറ്റുവാൻ അടിയങ്ങളെ യോഗ്യരായി തീരണമേ. പാർക്കുമോ സ്ഥലത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും സ്വർഗീയരും ഭൗമികരുമായ എല്ലാവരാലും വന്ദിക്കപ്പെടുന്നവനും ജ്ഞാനികളുടെ ജ്ഞാനത്തിനും ആത്മീയരുടെ അറിവിനും അതീതമായി സ്ഥിതി ചെയ്യുന്നവനും തൃത്വമായി അറിയപ്പെടുകയും ഏകമായി ഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. ഈ സ്ഥാപനത്തിന്റെ ശിരാസ്ഥാപനം നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുസ്സിന്റെ ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും വന്ദനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. സർവശക്തനും മഹാകാരുണ്യവാനും സകല സുഹൃതങ്ങളുടെയും ദാതാവും എല്ലാ വിശിഷ്ട നൽവരങ്ങളും വിതരണം ചെയ്യുന്നവനുമായി മിശിഹാ തമ്പുരാനെ, നിന്റെ അടിയാരാകുന്ന ഞങ്ങൾ തിരുമുമ്പാകെ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെയും രൂപത്തെയും കൈക്കൊള്ളണമേ. കർത്താവേ, നിന്റെ കരുണയാലും ധാരാളമായ അനുഗ്രഹങ്ങളാലും അടിസ്ഥാനമിട്ട് പണിയാരംഭിക്കുന്ന ഈ സ്ഥാപനത്തെ നീ സന്ദർശിക്കുകയും ഇതിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഇതിന്റെ അടിസ്ഥാനത്തെ പാറമേൽ ഉറപ്പിക്കണമേ. ആന്തരശുദ്ധിയോടും ദൃഷ്ടപ്രകാരവും പണിയാരംഭിക്കുവാനും പൂർത്തീകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ദിവസങ്ങളും പ്രയത്നങ്ങളും നിഷ്ഫലമാകാതിരിക്കാൻ നീ തുടയ്ക്കണമേ. നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ പണിയാരംഭിക്കുന്നു. ഇതിന്റെ പണിയിൽ പങ്കെടുക്കുന്നവരെ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും നീ സംരക്ഷിച്ചു കൊള്ളണമേ. ഇതിന്റെ അഭിവൃദ്ധിക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ വിപരീത ശക്തികളെയും നീ ഉന്മൂലനം ചെയ്യണമേ. ഈ സ്ഥാപനത്തിന്റെ പൂർത്തീകരണം കണ്ട് സന്തോഷിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയവരും ഏകകൂട്ടമായി നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ പാർക്കുമോ. നീതി മഹാസൂര്യൻ മാഷിഹ തിരുസഭയെ വേട്ടൊരു നാളിൽ
വാനവരുത്തിറേന്മാരും മോദത്തോടാഘോഷി ഈ ശീലയോടൊപ്പം മന്തി ഇതിനുടെ പണിയാതിയോടന്തം വാഴ്ത്തൂണത് കയ്യ തവകൃപയാൻ മനുജ സ്നേഹി പാവനകന്യകമറിയാമേ ശ്രീഹന്മാർ സഹദേന്മാരെ പുണ്യപിതാക്കളെ നിങ്ങൾ പ്രാർത്ഥന ഞങ്ങൾക്കാരംഭം പിതൃസൂത പാവനരോഹായ തൃത്വത്തെ കുപ്പുന്നങ്ങൾ ശോഭിതമാണമേ ഗേഹം തവകൃപയാൽ എന്നും മേന്മേൽ പ്രിയരാകും മേലേനുവാദാ കല്ലിയ താൻ മാത്രം പരിശുദ്ധന്മാരെ ശുദ്ധീകരിക്കുന്നതിനുമായ ദൈവമാർത്താവേ നിന്റെ വചനത്താലും പ്രവൃത്തിയാലും സകലത്തെ നീ ശുദ്ധീകരിക്കുന്നു. കർത്താവേ, കരുണയുടെ നിനക്കായ തിരുവിഷം തോന്നി ഞങ്ങളുടെ കയ്യിലുള്ള വാർത്തിരിക്കുന്ന ഈ കല്ലിനെ നീ വാഴ്ത്തണമേ. ഞങ്ങളുടെ ദൈവമായ മിശ്രിതമരാനെ നിന്റെ പരിശുദ്ധ സ്ത്രീയന്മാരുടെയും നിന്റെ മതമായ പരിശുദ്ധ കന്മറിയാമിന്റെയും നിന്റെ കാവൽ പിതാവായ മാർത്തോമാശ്രയുടെയും ശേഷാൽ പരിമലമാ ഗ്രിഗോറിയോസിന്റെയും മധ്യസ്ഥയാൽ ഈ സ്ഥാപനത്തിന് അടിസ്ഥാനമിടുന്ന ഈ കല്ലിനെ വാഴ്ത്തി ശുദ്ധീകരിക്കണമേ. എന്നതാ നീ പിതാവിനോടും പരിശുദ്ധവാടും കൂടെ പരിശുദ്ധരാകുന്നല്ലോ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധയുടെ നാമത്തിൽ പരിപൂർണ ശുദ്ധീകരണത്തിന് വേണ്ടി ഈ കല്ല് എന്നേക്കും വെടിപ്പാക്കപ്പെട്ട് വാഴ്ത്തപ്പെട്ട് പുതുതാക്കപ്പെടട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുമായുടെയും തിരുനാമത്തിൽ ഈ സ്ഥാപനത്തിന് അടിസ്ഥാനമായി വിശുദ്ധ ശ്ലീബ വയ്ക്കപ്പെട്ടിരിക്കുന്നു. ഭാജനമേ ഞങ്ങളിലരിവാന്തം നിർത്തിയിടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായി പ്രാർത്ഥനയെ ഞങ്ങളിൽ ആദ്രത തോന്നിയിടാൻ ഏകാത്മജനോടാർത്തി ഗുരുഭൂലിംഗം മോർത്തോമാശ്ലീഹ ഉണ്ടേനേ നിന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിക്കും ചർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിൻ നയവാന്മാരും ഹാലേ ലൂയ്യൗഹാലേ ലൂയ്യ നിന്ന വിശുദ്ധ മുഖം ധരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം. ശുദ്ധിയുടെ ശുദ്ധിയ പാദങ്ങൾ ഭൂക്കുധ്യാനദ്വാരങ്ങൾ ബാലവലത്തു വസിക്കണം സൗമൻ നിർമ്മലമദ്ബഹായിൽ കാർത്തു ശുശ്രൂഷിച്ചോര വൈദികരെ
ദൈവസുതാനിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരെ ആകാശയും ഭൂമിയും സൃഷ്ടിച്ചവനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായിട്ടുള്ള ഈ ശിലാസ്ഥാപന ശുശ്രൂഷയിൽ ഭക്തിയോടുകൂടെ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമാർത്ഥ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാട്ടെ. നിങ്ങളെയും നിങ്ങളുടെ വാങ്ങിപ്പോരെയും ദൈവമാർത്ഥ വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാട്ടെ. പിതൃപുത്രവേ ശുദ്ധാത്മാവാം ദൈവമേ, ബലഹീനതയും കുറ്റം നിറഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള പ്രാർത്ഥനകളും അപേക്ഷകളും നിന്റെ തിരുമുമ്പ് കേൾക്കപ്പെട്ടയും അംഗീകരിക്കപ്പെട്ടയുമായി ആക്കി തീർക്കണമേ. ആബോ ഒബറോ ഒബ്രുഹോക്കാദീശോ Hoso Bukulaswan Lord. Realize so and realize so. ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ സ്നേഹം നിറഞ്ഞ അഭിമന്യ തിരുമേനി, ബഹുമാനപ്പെട്ട റമ്പാച്ചൻ, കോറപ്പിസ്കോപ്പമാരെ, വൈദിക സഹോദരന്മാരെ, പ്രിയ ഡോക്ടർ കിഷോർ, സന്നിഹിതരായിരിക്കുന്ന എപ്പേർപ്പെട്ട ഏവരുമേ, ഈ മഹൽ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ സന്തോഷത്തോടെ ആയത് ഞാൻ നിർവഹിക്കട്ടെ. മഹാപണ്ഡിതനും നമ്മുടെ ഏവരുടെയും ഗുരുനാഥനും വിശ്വപൗരനുമായ ഡോക്ടർ പൗലോസ് മാർ ഗിരിഗോരിയോസ് തിരുമേനിയുടെയും ഈ പരമല മാർ ഗിരിഗോരിയോസ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നല്ല നേതാക്കളായിരുന്ന കാലയവനികൾക്കുള്ളിൽ മറഞ്ഞുപോയ എല്ലാ പിതാക്കന്മാരെയും സഹോദരന്മാരെയും സ്നേഹിതരെയും ഓർത്ത് അവർക്കുടെ മുമ്പിൽ ആദരാജ്ഞകൾ അർപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ മുൻപാകെ ഞാൻ നിൽക്കുന്നത്. 1976 നവംബർ മാസം 27-ാം തീയതി ഡോക്ടർ പൗലോസ് മാർ ഗിരിഗോരിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പരമല മാർ ഗ്രിഗോറിയോസ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ 7ാമത്തെ പ്രോജക്റ്റാണ് ഇന്നിവിടെ ശിലാസ്ഥാപനം നിർവഹിക്കപ്പെട്ട ഡോക്ടർ പൗലോസ് മാർ ഗിരിഗോറിയോസ് ഡയാലിസിസ് സെന്റർ. പ്രസ്തുത ട്രസ്റ്റിൻ്റെ ആദ്യത്തെ പ്രോജക്റ്റ് നമ്മുടെ എല്ലാവരുടെയും ആരാധനാപാത്രമായിരുന്ന ഓസി കുര്യാക്കോസ് കോറപ്പിസ്കോപ്പ 1963 ആരംഭിച്ച സെന്റ് മേരീസ് ബോയ്സ് ഹോം ഏറ്റെടുക്കുക എന്നുള്ളതായിരുന്നു. ഈ രണ്ടാമത് മാർ ഗിരിഗോറിയോസ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സെന്റർ പുതുതായിട്ട് സ്ഥാപിച്ചു. മൂന്നാമത് പരിശുദ്ധനായ പരമത്തിനുടെ നാമത്തിൽ ഒരു ചാപ്പൽ അവിടെ സ്ഥാപിച്ച് പരിശുദ്ധ മാത്യു ദിദിയൻ ബാവ തിരുമനസ്സുകൊണ്ട് അത് കൂദാശ ചെയ്ത് സ്ഥാപനത്തിന് വേണ്ടി സമർപ്പിച്ചു. നാലാമത് ആ ഭാഗത്തുണ്ടായിരുന്ന വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെ മികവ് കുറവായിരുന്ന സഹോദരിമാർക്ക് വേണ്ടി ഒരു ഉപജീവന മാർഗത്തിനായി ഒരു ടെക്നോ ലിങ്ക് അവിടെ സ്ഥാപിച്ചു. അഞ്ചാമത് അശരണരായ അമ്മമാരെ താമസിക്കുവാനും പരിചരിക്കുവാനും ഭക്ഷണം കൊടുക്കുവാനുമായിട്ട് ഒരു സാന്ത്വന ഭവനം സ്ഥാപിച്ചു. തുടർന്ന് നമ്മുടെ സമൂഹത്തിൽ മക്കളിൽ നിന്നും അകന്ന് താമസിക്കേണ്ടി വരുന്ന മാതാപിതാക്കൾക്ക് സൗകര്യമായും സ്വസ്ഥമായും ആരാധനാ ജീവിതത്തിലും
മറ്റ് എല്ലാ കാര്യങ്ങളുടെ പരിചരണത്തിലും സുഗമമായി പ്രവർത്തിക്കുന്നതിനും താമസിക്കുന്നതിനു വേണ്ടി ഒരു സംപ്രീതി ഭവൻ സ്ഥാപിക്കപ്പെട്ടു. ഇങ്ങനെ ഈ 6 സ്ഥാപനങ്ങൾക്ക് ശേഷം ഇപ്പോൾ അഭിവന്ദ്യനായ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ കാലശേഷം ആ സ്ഥാപനത്തിന്റെ സാരഥ്യം ഏറ്റെടുത്ത് എല്ലാ നിലയിലും അടിക്കടി അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്ന മുംബൈ ഡയോസസിന്റെ പ്രസിഡന്റ് ഭദ്രാസനാധിപനായിട്ടുള്ള അഭിവന്ദ്യ ഈവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്തയുടെ നേതൃത്വത്തിൽ ഈ പ്രസ്ഥാനങ്ങളെല്ലാം സുഗമമായും ശാന്തമായും സന്തോഷമായും മുമ്പോട്ട് പോകുമ്പോൾ ഇപ്രകാരം ഒരു പുതിയ ആശയം ഉടലെടുക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും വിവിധങ്ങളായ മീറ്റിങ്ങുകളും യോഗങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം കൂടി ചർച്ച ചെയ്ത് അത് തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ ഈ ഭാഗത്ത് ഈ സ്ഥലം വാങ്ങിച്ച് ഒരു ഡയാലിസിസ് സെന്റർ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ കണക്കെടുത്തുകൊണ്ട് സ്ഥാപിക്കാമെന്ന് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ശുശ്രൂഷ ഇവിടെ നിർവഹിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അഭിവന്ദ്യനായ തിരുമേനി തന്റെ കൃത്യാന്തര ബാഹുല്യത്തിനിടയിൽ ഈ ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് സമയം വേർതിരിച്ച് വന്നെത്തിയിരിക്കുന്നതിൽ ഞങ്ങളെല്ലാവരും വളരെയേറെ ചാരിതാർത്ഥ്യമുള്ളവരാണ്. അദ്ദേഹത്തിന്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്ക് നല്ല മാതൃകയായും അതുപോലെ നല്ല ഒരു സഹകരണവും നേതൃത്വവും ദേവകൃപയിൽ തിരുമേനി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിവന്ദ്യ തിരുമേനിയെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ വന്നു ചേർന്നിട്ടുള്ള കോറപ്പിസ്കോപ്പമാർ, അതുപോലെ തന്നെ വന്യനായ റമ്പാച്ചൻ, വൈദിക സ്നേഹിതർ, അതുപോലെ കോലഞ്ചേരി ഹോസ്പിറ്റലിലെ യൂറോളജി വിഭാഗത്തിന്റെ ഡോക്ടർ കിഷോർ, ഈ പ്രസ്ഥാനത്തിന്റെ ബോർഡ് ട്രസ്റ്റ് മെമ്പേഴ്സ് ആയിട്ടുള്ള എപ്പേർപ്പെട്ടവർ, ഈ സമീപവാസികളായിട്ടുള്ള സുമനസ്സുകൾ, ചെറുതും വലുതുമായുള്ള നിലയിൽ ഈ സ്ഥാപനത്തെയും ഈ പ്രസ്ഥാനത്തെയും സ്നേഹിക്കുകയും സഹകരിക്കുകയും വളർത്തുകയും ചെയ്യുന്ന ഏവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായി PMGMC ഫസ്റ്റ് പ്രസിഡന്റ് അഭിവന്ദ്യ കൂർലോസ് തിരുമേനിയെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. റമ്പാച്ചൻ, മറ്റു വൈദിക ശ്രേഷ്ഠരെ, ശ്രീ ജോയ് പി ജേക്കബ്, ഡോക്ടർ കിഷോർ, മിസ് മഞ്ജു, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യ കുഞ്ഞുങ്ങളെ, ഹൃദയമിടിപ്പ് ഒരു പ്രത്യേക തലത്തിലാകുന്ന ചില മുഹൂർത്തങ്ങളാണ്. അത് പലതുകൊണ്ടാകാം. ദൈവകൃപ ധാരാളമായിട്ട് ഒഴുകി വരുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം. ഗുരുദക്ഷിണ കൊടുക്കാനായിട്ട് ആരെങ്കിലും തലകുനിക്കുമ്പോൾ അത് ആവേശകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ്. നൊമ്പരപ്പെടുന്നവരുടെ വേദനകൾ ഐഡന്റിഫൈ ചെയ്യും. അത് ദൈവത്തിന്റെ താല്പര്യമനുസരിച്ച് ആ രംഗത്തെ വേർതിരിക്കുകയും അതിന് മനസാക്ഷിയുള്ളവരെ ഒരുമിച്ച് കോർത്തിണക്കുകയും ചെയ്യാനായിട്ട് ഇടയാവുമ്പോഴും ഇതേ ഭാവം നമുക്കുണ്ടാവും. ഇതെല്ലാം കൂടെ സംഗമിക്കുന്ന ഒരു സന്ധ്യയാണ് ഇതെന്നാണ് ബോധ്യം. ഈ പ്രപഞ്ചത്തിൽ ദുഃഖങ്ങളും വേദനകളും എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോ രക്ഷകനായ യേശു പറഞ്ഞ വാക്കിന് വലിയ പ്രസക്തിയാണ്. നൊമ്പരങ്ങളും വേദനകളും ദാരിദ്ര്യവും ദുഃഖവും കണ്ട അവസരത്തിലും നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരവസരമാണെന്ന് വിരൽ ചൂണ്ടിയ അവസരങ്ങളാണ് പലപ്പോഴും യേശുബ്രാന്റെ പരസ്യ ശുശ്രൂഷകളിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ സമൂഹത്തിൽ ഏറ്റവും ദുഃഖമാർന്ന ഒരു വിഷയമാണ്, ആഗോളതലത്തിൽ വളരെയധികം വെപ്രാളം കാട്ടുന്ന ഒരു വിഷയമാണ് കിഡ്നി ഫെയിലിയർ ഉണ്ടാകുന്നത്. ഭാരതത്തിൽ ഏറ്റവും ഭീകരമായിട്ട് വരുന്ന ഒരു മാരക രോഗമായിട്ട് ഇത് വന്നിരിക്കുകയാണ്. മാത്രമല്ല, അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തറവാട് വിറ്റാലും തലനേരെ നിൽക്കിയല്ലാത്ത ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് അതിഭീകരമായി, വളരെ ദുഃഖകരമായി, വളരെ വേദനാജനകമായി തീരുന്ന ഒരു സ്ഥിതിവിശേഷം, പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക്. അപ്പോൾ അത് അഡ്രസ് ചെയ്യാനായിട്ട് ഒരു മാർഗം ഉണ്ടാവണം എന്നുള്ളത്
ആഗോളതലത്തിൽ പ്രത്യേകിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭ വളരെ ഗൗരവമായിട്ട് ആലോചിക്കുകയും പല മെത്രാസനങ്ങളിലും പല കാര്യങ്ങളും ചെയ്തു വരികയും ചെയ്യുന്ന ഒരു സന്ദർഭം. അപ്പോൾ ഒരു ചെറിയ തലത്തിൽ ഈ ട്രസ്റ്റിനും പരമല തിരുമേനിയുടെ നാമത്തിലുള്ള ഈ ട്രസ്റ്റിനും അതൊരു വൈദിക ശ്രേഷ്ഠന്റെ മനസ്സിൽ ഉദിച്ച പരിപാടികളാണ് ആരംഭിച്ചത്. അദ്ദേഹം കുടുംബജീവിതം നയിക്കുന്നതാണ്. സ്കൂളും മറ്റു പരിപാടികളും സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കുഞ്ഞുങ്ങളെ നോക്കണം എന്നുള്ളൊരു താല്പര്യത്തില് ആരുമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് തന്റെ സ്കൂളിലും സമൂഹത്തിലും അംഗീകാരം കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ആരംഭിച്ചത് ലോകപ്രസിദ്ധനായ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയസ് മറ്റേത് കുര്യാക്കോസ് കോർപ്പിസ്കോപ്പ ആണെന്നുള്ളത് നിങ്ങൾക്കറിയാം. പൗലോസ് ഗ്രിഗോറിയസ് തിരുമേനി ഏറ്റുവാങ്ങുകയും അത് വളരെ വിപുലമായിട്ട് ആവിഷ്കരിച്ച് ആഗോളതലത്തിൽ ആവേശത്തോടെ നടക്കുന്ന മനുഷ്യൻ ഈ കുഞ്ഞുങ്ങളെ കാണുമ്പം അവരുടെ ഒരു ദാസനെ പോലെ അവരുടെ ഇടയിൽ ഇടപെട്ട് ഒരു പുതിയ അധ്യായം തുന്നിച്ചേർത്ത ഒരു സാഹചര്യത്തിലാണ് ഈ സ്ഥാപനം, ഈ ട്രസ്റ്റ് വളർന്നു വന്നത്. ഇത് പ്രപഞ്ചത്തിൽ കാണാത്ത ഒരു പ്രത്യേക വിഭവം. അത് വളരെ ലഹരിയോടുകൂടി, ആവേശത്തോടുകൂടി, അത്ഭുതത്തോടുകൂടി മാത്രം നോക്കാനായിട്ട് സാധിക്കണം. അപ്പൊ ഇന്ന് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനി വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട അവസരത്തിൽ വളരെ നിർണായകമായ ഒരു ശുശ്രൂഷ ചെയ്യാനായിട്ട് മഹാഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയാണ്. അതുപോലെ ആഗോളതലത്തിലുള്ള പല സമ്മേളനങ്ങളിലും അദ്ദേഹം എന്താ പറയുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് വെല്ലുവിളികളെ അതിജീവിക്കുന്നത്, ആ മുഹൂർത്തത്തിൽ വേണ്ടത് എങ്ങനെയാണ് വിളമ്പുന്നത് അത് നേരിട്ട് കാണാനും ആ അത്ഭുതം ഇന്നും കാത്തു സൂക്ഷിക്കാനും മനസ്സിൽ ഇടമുള്ള ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അതുകൊണ്ട് ഈ മണ്ണിൽ, അദ്ദേഹം ജനിച്ചു വളർന്ന മണ്ണിൽ ഇന്നും അദ്ദേഹത്തെ അറിയാത്തവരുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലെ, അദ്ദേഹം അറിയപ്പെടേണ്ട വിധത്തിൽ എത്തിയിട്ടില്ല, എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹം സ്വപ്നം കണ്ട ഒരു ലോകമുണ്ട്. ആ സ്വപ്നം കണ്ട ലോകത്തിൽ ഒരു ചെറിയ അംശം അതിനനുസരിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നെങ്കിൽ അതൊരു മഹാഭാഗ്യമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രീതികരമായിട്ടുള്ള ഒന്നാണ്. മനുഷ്യന്റെ നൊമ്പരങ്ങളെ അകറ്റുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ കോർപ്പിസ്കോപ്പമാരും റംബാച്ചൻ ഉൾപ്പെടെയുള്ള പലരുണ്ട്. അദ്ദേഹത്തിന്റെ ഡയറക്റ്റ് ആയിട്ട് ശിഷ്യന്മാരാകാത്തവരും ഇവിടെയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യനാണെന്ന് പറയാൻ ആവേശം തോന്നുന്നവരാണ് ഭൂരിപക്ഷം പേര്, ആകാൻ ആഗ്രഹിച്ചവരാണ്. അത് കർമ്മം കൊണ്ട്, നമ്മുടെ പ്രവർത്തനം കൊണ്ട്, നമ്മുടെ സമർപ്പണം കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനാകണം എന്ന് താല്പര്യപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. അത് നാനാജാതി മതസ്ഥരുണ്ട്. അദ്ദേഹത്തിന്റെ ചിന്തകള്, ആശയങ്ങള്, സമർപ്പണ രീതികള്, കർമ്മ പദ്ധതികള്, ദർശനം, ഇതെല്ലാം കൂടെ ആവിഷ്കരിക്കുമ്പോൾ അതിന് സ്പേസ് കൊടുക്കാനായിട്ട് സാധിക്കും. അതിന് ഇവിടെ വളർന്നു വരാൻ ദൈവം ആഗ്രഹിക്കുന്നതും ഈ ട്രസ്റ്റ് സ്വപ്നം കാണുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പടിപടിയായിട്ട് ഉയർന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ചിന്തകൾക്ക് സ്പേസ് കൊടുക്കാനും അത് പ്രാവർത്തികമാക്കുവാനും അങ്ങനെ മനുഷ്യന്റെ നൊമ്പരങ്ങളെ പോക്കുവാനും സാധിക്കുന്ന കർമ്മ പദ്ധതികളിലേക്ക് നമുക്ക് നീങ്ങാനായിട്ട് സാധിക്കും. സൃഷ്ടിപരമായി നാനാജാതി മതസ്ഥർക്ക് സജീവമായിട്ട് ബന്ധപ്പെട്ട് തമ്പുരാൻ താല്പര്യപ്പെടുന്ന പരമല തിരുമേനി വളർത്തിയെടുത്ത ഒരു കൾച്ചർ അദ്ദേഹത്തിന്റെ ശിഷ്യനെന്ന പോലെ അദ്ദേഹം പൗലോസ് ഗ്രിഗോറിയസ് തിരുമേനി മേൽപ്പെട്ട സ്ഥാനത്തേക്ക് വന്നപ്പോൾ പിതാക്കന്മാർ ഒരുമിച്ചിരുന്നപ്പോൾ സ്ഥാനാർത്ഥിയായിരുന്ന അദ്ദേഹത്തോട് ചോദിച്ച ഏത് പേരായിരിക്കണം. പരമല തിരുമേനി ഏറ്റുവാങ്ങിയ അതേ പേര് തനിക്ക് കിട്ടിയാൽ കൊള്ളാവുന്ന പരിശുദ്ധ സുന്നത്തോട് ആവശ്യപ്പെടുകയും ആ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന് ആ പേര് നൽകുകയും ചെയ്ത ചരിത്രമാണ് മലങ്കര സഭയ്ക്കുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ തമ്മിലൊരു കണക്ഷനാണ്. അതിന്റെ ഫലവത്തായിട്ടുള്ള ഒരു മുഹൂർത്തമായിട്ട് ഈ സമ്മേളനത്തെയും ഇവിടെ നടക്കാൻ പോകുന്ന ഈ സ്ഥാപനത്തെയും ഒക്കെ കാണുകയാണ്. അതുകൊണ്ട് ഇവിടെ ആരംഭിക്കുന്ന പ്രവർത്തനങ്ങൾ കൊച്ചു സ്ഥലമാണ്. വലിയ മനുഷ്യന്റെ പേരിൽ അല്ലെങ്കിൽ പരിശുദ്ധനായ പരമല തിരുമേനിയുടെ പേരിൽ അല്ലെങ്കിൽ പൗലോസ് ഗ്രിഗോറിയസ് തിരുമേനിയുടെ പേരിൽ വളർത്തിയെടുക്കാനായിട്ട് അധികം സ്പേസ് ഉണ്ട്. പക്ഷെ പടിപടിയായിട്ട്
പല കർമ്മ പദ്ധതികൾക്ക് പ്ലാനും പദ്ധതിയും തയ്യാറാക്കാനായിട്ട് സാധിക്കും. അതിന്റെ ഒരു ചെറിയ അംശമായിട്ട് ഇപ്പൊ ആരംഭിക്കുന്ന ഈ പ്രവർത്തനം. അടിസ്ഥാനപരമായി ഞാൻ ഒത്തിരി കഥയൊന്നും പറയേണ്ട ആവശ്യമില്ല. കിഡ്നി ഫെയിലിയർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പകുതി മനസ്സ് തളരുന്ന ഒരു സ്ഥിതിവിശേഷം. അവിടെ ഒരു കൈത്താങ്ങൽ നൽകുക. ഇതിവിടെ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിനേക്കാൾ പ്രിവെന്റീവ് ആയിട്ടുള്ള ഒത്തിരി സ്റ്റെപ്സ് സിമ്പിളായിട്ട് ചെയ്യാനൊക്കും. ഞങ്ങള് പല തലങ്ങളിൽ ബോംബെയിലും ഒക്കെ ഇതിന്റെ ചർച്ചകൾ നടത്തി. ഒരു 130-150 രൂപ ചെലവഴിച്ചാൽ ആദ്യത്തെ ടെസ്റ്റ് നടത്താനൊക്കും. അതെല്ലാ മനുഷ്യരും ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ആ സമയത്ത് എന്തെങ്കിലും ചെറിയ പോറലുകൾ ഈ മേഖലയിൽ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. കണ്ടുപിടിച്ചാൽ ഭക്ഷണ രീതി, വ്യായാമം, മറ്റു കാര്യങ്ങൾ കൊണ്ട് പലതും മാറ്റാനൊക്കെ. ഡോക്ടർ കിഷോറിനാണ് ഇത് പറയേണ്ടത്, ഞാനല്ല. അദ്ദേഹത്തിന് തന്മയത്വത്തോടുകൂടി പറയാനൊക്കെ. കാരണം ഇതൊരു ഇപ്പം നേപ്പാളിലെ ആളുകളുടെ മരണം നമ്മൾ പെട്ടെന്ന് കണ്ടപ്പം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. അത്രയും പെട്ടെന്നല്ല ഡയാലിസിസ് അല്ലെങ്കിൽ കിഡ്നി രോഗം ബാധിക്കുന്നവരും മരിക്കുന്നത്. പക്ഷെ പടിപടിയായിട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ആദ്യത്തെ സ്റ്റേജിൽ പ്രിവെന്റീവ് സ്റ്റെപ്സ് എടുക്കാൻ ഒക്കുകയാണെങ്കിൽ ഭയങ്കരമായ മാറ്റം വരും. ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടത് ഏതാനും നാണയങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ സാധിക്കും. അതാ വളരെ പ്രയോറിറ്റി കൊടുത്ത് കേരളത്തിലെ ജനത ഉത്സാഹത്തോടെ ശ്രമിച്ചാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാനുള്ളൂ. ഞാൻ കോലഞ്ചേരി ഹോസ്പിറ്റലിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ജോയ് പി ജയ്ക്ക് അല്പസമയം മുമ്പ് പറയായിരുന്നു, 10-21 മെഷീൻസ് 24 മണിക്കൂറും മുഴുവനായിട്ട് പ്രവർത്തിച്ചിട്ടാണ് അത്യാവശ്യമുള്ള കുറെ രോഗികളുടെ കാര്യം അവിടെ നടക്കുന്നത്. അതിന്റെ പല ഇരട്ടിയാണ് രോഗികൾ അർത്ഥനയുമായിട്ട് അപേക്ഷയുമായിട്ട് കൈപിടിച്ച് അവിടെ വരുന്നത്. അപ്പം വളരെ നിസ്സാരമായ ഒരു സംഗതിയല്ല. എല്ലാവരും അലേർട്ട് ആകേണ്ട ഒരു സംഗതിയാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ ഒക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസങ്ങൾ വരും. ഇതെല്ലാം പറയാനുള്ള ഒരവസരമല്ല, ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ. ഈ ട്രസ്റ്റ് ഈ കാര്യത്തിൽ സമർപ്പിക്കുകയാണ്. നാണയങ്ങൾ കൂട്ടിയിട്ട് അല്ല ഈ പ്രസ്ഥാനത്തിൽ ചാടുന്നത്. പക്ഷെ ആവശ്യം ബോധ്യപ്പെടുമ്പോൾ ദൈവജനം, നാനാജാതി മതസ്ഥര് ഇതിനകത്ത് സജീവമായിട്ട് ബന്ധപ്പെടും എന്ന ഉറപ്പുണ്ട്. ആ ഒരു കാൽനീക്കം കൈനീട്ടുന്ന ഒരു പരിപാടി നമ്മൾ കൈകാര്യം ചെയ്യണം എന്ന സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. സർവോപരി ദൈവസന്നിധിയിൽ ഇത് അവതരിപ്പിക്കണം. കാരണം ദൈവത്തിന്റെ പ്ലാനിലും പദ്ധതിയിലും ഉള്ള ഒരു വിഷയമായിട്ട് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൂടിയാൽ ഇത് അനുഗ്രഹമായിട്ട് തീർക്കാനായിട്ട് സാധിക്കും. ഈ പ്രദേശത്തുള്ള മാരകമായ രോഗങ്ങൾ, പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് കൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ രോഗം വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കുടുംബം വെളുക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് കൈത്താങ്ങൽ കൊടുത്ത് അനുഗ്രഹമായിട്ട് നീങ്ങുവാണെങ്കിൽ വലിയ വ്യത്യാസം വരും. അതിനുള്ള ആരംഭം കുറിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ്. ഭാഗ്യവശാൽ കോലഞ്ചേരി ഹോസ്പിറ്റലുമായിട്ട് ടൈഅപ്പ് ചെയ്ത് അവിടുത്തെ ഉപദേശങ്ങളും സഹായഹസ്തവും ഡോക്ടർ കിഷോറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ആശീർവാദം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനൊക്കെ. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള സാൽവേഷൻ ആർമിയുടെ ഹോസ്പിറ്റൽ, അവിടുത്തെ ഡോക്ടേഴ്സും അവരുടേതായിട്ടുള്ള ഒരു സേവനത്തിന്റെ അഷുറൻസ് വരുമ്പോഴാണ് പല കാര്യങ്ങളും ലോക്കലായിട്ട് ചെയ്യാൻ നോക്കുന്നത്. ഇതിനകത്ത് വളരെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ചില അംശങ്ങളുണ്ട്. അതുകൊണ്ട് സ്നേഹപൂർവ്വം ആ തരങ്ങളിലുള്ള സഹായവും സപ്പോർട്ടും പല വിധത്തിലുള്ള സഹകരണവും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ ട്രസ്റ്റിന്റെ പേരിൽ. ഒരുപടി വൈദികരും ഇതുപോലുള്ള ഉന്നതരായിട്ടുള്ള ആളുകളും വളരെ അടുക്കം ചുറ്റിയോടുകൂടി വളരെ ഹൃദയത്തിന്റെ നെഞ്ചോട് ചേർത്ത് വേർതിരിക്കുന്ന ഒരു പ്രോജക്റ്റായിട്ട് ഇതിനെയും കാണുന്നത് കൊണ്ടാണ് ധൈര്യപൂർവ്വം ഇതിവിടെ പറയാനൊക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ കാരുണ്യം ധാരാളമായിട്ട് ആവശ്യമുള്ള ഒരു മേഖലയിലേക്കാണ് നമ്മൾ എത്തിയാടുന്നത്. അവിടെ നിങ്ങളുടെ പ്രാർത്ഥനയും സഹായ സഹകരണവും സാമ്പത്തികമായിട്ടുള്ള സഹകരണവും ഒക്കെ ആവശ്യമായിട്ടുണ്ട്. ഒരുപടി ആളുകൾ പൂർണ്ണ സമർപ്പണത്തോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു മേഖലയാണ്. ഈ കെട്ടിടം പൂർത്തീകരിക്കുന്നതോടുകൂടി ഇവിടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. ഏതാനും മാസങ്ങൾ കൊണ്ട് ആരംഭം കുറിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് സ്വപ്നം. യാഥാർത്ഥ്യമാക്കുന്ന ദൈവമാണ്. അതിനകത്ത് സഹകരിക്കുന്നത്
നമ്മളെല്ലാവരും. ആ ഒരു ഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് നീങ്ങി പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ നാമത്തിലുള്ള ഈ ട്രസ്റ്റ് അഭിവന്യ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നാമത്തിൽ പടുത്തുയർത്തുന്ന ഈ സ്ഥാപനം ഈ പ്രത്യേക മേഖലയിലുള്ള രോഗികളെ സഹായിക്കാനായിട്ട്, ഒരുപക്ഷെ രോഗങ്ങൾ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന വിധത്തിൽ ചില പ്രത്യേക നടപടികളിലേക്ക് പ്രവേശിക്കാൻ ദൈവം കരുണ ചൊരിയട്ടെ. അതിനുവേണ്ടി താല്പര്യപ്പെടുന്ന എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇത് നമ്മുടെ ഒരു സ്പേസ് ആയിട്ട് കണ്ട് നമുക്ക് സജീവമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് മനസ്സിൽ കരുതുകയും ക്രിയാത്മകമായിട്ട് അതിനകത്ത് പൂർണ്ണമായിട്ട് പങ്കെടുക്കുകയും ചെയ്താൽ ദൈവത്തിന് പ്രസാദമുള്ള വൻകാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ വയ്ക്കാൻ സാധിക്കും. മനുഷ്യന് ആവശ്യമുള്ള ചില മേഖലകളിൽ പരിപൂർണമായിട്ട് സമർപ്പിക്കാൻ സാധിക്കും. പലരുടെയും ഒരുപക്ഷെ പരിപൂർണമായിട്ട് തകർന്നു പോകുന്ന മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. പ്രത്യാശയുടെ ഒരു സ്പർശനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് ക്രിയാത്മകമായിട്ടുള്ള ഒരു മാറ്റത്തിന് അവസരം ഒരുക്കും. മനുഷ്യൻ തകർന്ന് തരിപ്പണമാകുന്ന ഒരു മേഖലയിൽ പ്രത്യാശയോടുകൂടി ആ അന്തരീക്ഷത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള സിദ്ധി ഈ പ്രവർത്തനത്തിൽ കൂടി, ഈ സ്ഥാപനത്തിൽ കൂടി, ഇവിടെ കടന്നു വരുന്ന രോഗികളുടെ ശുശ്രൂഷയിൽ കൂടി അനുഗ്രഹകരമായി ഭവിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി അതിന് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ അധ്വാനം, നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ സമർപ്പണം ദൈവസന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. ഇവിടെ നാനാജാതി മതസ്ഥർക്കാണ് അതിന്റെ പ്രയോജനം കിട്ടുന്നത്. അതിനനുസരിച്ചുള്ള ഒരു ഹൃദയവിശാലതയും സമർപ്പണവും ദൈവം നമുക്ക് കൈമാറട്ടെ. അത് മുഖാന്തരം ദൈവനാമം മഹത്വീകരിക്കപ്പെടട്ടെ. സമൂഹത്തിന് പ്രയോജനമുള്ള ശുശ്രൂഷ വിട്ടിരിപ്പാൻ നമ്മളെ പ്രാപ്തരാക്കട്ടെ. വ്യക്തമായ ദർശനത്തോടുകൂടി, ദിശാബോധത്തോടുകൂടി ഇതിൽ സജീവമായിട്ട് ബന്ധപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കും. Thank the organizing committee for giving me this unique opportunity to be a part of the inauguration ceremony of this novel philanthropic venture. തിരുമേനി വളരെ ഡീപ്പായിട്ട് വൃക്കരോഗങ്ങളുടെ പല ലക്ഷണങ്ങളെയും അല്ലെങ്കിൽ പല ആസ്പെക്ട്സിനെ പറ്റി സംസാരിച്ചു. and it just shows how deeply he has gone into the various aspects of his disease. So ഞാൻ നെക്സ്റ്റ് കുറച്ച് നിമിഷങ്ങളുണ്ട്. I will just go on to the few important symptoms or signs how a disease can be detected. എങ്ങനെ നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ സാധിക്കും, എവിടെയാണ് നമ്മൾ സ്ക്രീനിങ് ചെയ്യേണ്ടത്, ആൻഡ് നമ്മൾ സ്ഥായിയായ വൃക്കരോഗം കണ്ടുപിടിച്ചാൽ എന്താണ് അടുത്ത ട്രീറ്റ്മെന്റ് ആസ്പെക്ട്സ്, നമ്മൾ എന്താണ് നിന്ന് നോക്കാം. തിരുമേനി പറഞ്ഞ പോലെ ആഗോളതലത്തിൽ വേൾഡ് വൈഡ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഡിസീസ് വിത്ത് ലാർജസ്റ്റ് ഇൻസിഡൻസ് പ്രോബ്ലംസ്. പുതുതായി കണ്ടുപിടിക്കുന്ന രോഗികളുടെ എണ്ണത്തിലും സ്ഥായിയായ വൃക്കരോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ എണ്ണത്തിലും അഭൂതം ഒരു വളർച്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്പർ ഓഫ് പേഷ്യൻസ് that you see daily now on the OPD, പുതുതായിട്ട് വൃക്കരോഗം ആയിട്ട് വരുന്നവരെ ഒന്നോ രണ്ടോ പേരെങ്കിലും ഒരു OP-യിൽ, കേരളത്തിൽ ഏകദേശം 120 നെഫ്രോളജിസ്റ്റുകളുണ്ട്. ഓരോ OP-യിൽ നമ്മൾ അത്രയും പുതുതായി വൃക്കരോഗം കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. ഇതിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന വൃക്കരോഗത്തിന്റെ എണ്ണം വളരെ കുറവാണ്. മീൻസ് ഒരു 80% ആൾക്കാർ, 80% ആളുകളും ഒരു സ്ഥായിയായിട്ടുള്ള, കാരണം മരുന്നുകളെ കൊണ്ട് മാറ്റാനാകാത്ത വൃക്കരോഗത്തോടെയാണ് ആദ്യമായി ഡോക്ടറുടെ അടുത്ത് എത്തുന്നത് തന്നെ. സോ നമ്മുടെ നെഫ്രോളജിയുടെ ഒരു പ്രധാന ആസ്പെക്ട് ആയിരുന്നു ഈ വൃക്കരോഗം ആദ്യമായി നേരത്തെ കണ്ടുപിടിക്കുക. നമ്മൾ ഈ അൺട്രീറ്റബിൾ അഥവാ ചികിത്സിച്ച് ശരിയാക്കാൻ പറ്റാത്ത ഒരു ലെവലിൽ എത്തുന്നതിന് മുമ്പേ ഈ വൃക്കരോഗം ഐഡന്റിഫൈ ചെയ്യുക എന്നതാണ് ട്രീറ്റ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്ട് തന്നെ. സോ ഇതാണ് ചില ആളുകൾക്ക് വൃക്കരോഗം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഒന്ന് ഫാമിലിയലായിട്ട്, ഒരു കുടുംബപരമായി വൃക്കരോഗം ഉള്ളവർക്ക്, ഡയബറ്റീസ് ഉള്ളവർ, BP, ബ്ലഡ് പ്രഷർ കൂടുതലുള്ളവർ, പ്രത്യേകിച്ച് രക്തസമ്മർദ്ദം വളരെ വർഷങ്ങളായിട്ടുള്ളവർ, അത് ഒരു റെഗുലറായിട്ട് മരുന്ന് കഴിക്കാതെ ചെക്ക് ചെയ്യാതെ ഇരിക്കുന്നവർക്ക് പ്രത്യേകിച്ച്, അമിതമായി പെയിൻ കില്ലേഴ്സ്, വേദനാ സംഹാരികൾ ഉപയോഗിക്കുന്നവർ,
വേറെ സിസ്റ്റമിക് ഡിസീസസ്, ചില ഇവർക്ക് വീക്കങ്ങൾ ഉണ്ടാക്കാവുന്ന പല അസുഖങ്ങളുണ്ട്. പ്രത്യേകിച്ച് ലൂപ്പസ് എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ചില അസുഖങ്ങളുണ്ട്. ഇതെല്ലാം വളരെ കോമൺ ആയിട്ട് സാധാരണയായി വൃക്കരോഗത്തിലേക്ക് നയിക്കാവുന്ന അഥവാ സ്ഥായിയായ വൃക്കരോഗത്തിലേക്ക് നയിക്കാവുന്ന കാരണങ്ങളാണ്. പിന്നൊന്ന് പ്രായമായി എൽഡർലി ആണ്. ഒരു 60 വയസ്സിന് മുകളിലുള്ളവർ റിസ്ക് ഫാക്ടർ ഏകദേശം 3 ഇരട്ടി കൂടുതലാണെന്നാണ്. അതുകൊണ്ട് ആക്ച്വലി കഴിഞ്ഞ വർഷം ഞങ്ങളുടെ സംഘടനയുടെ നെഫ്രോളജി അസോസിയേഷന്റെ മെയിൻ തീം എൽഡർലിയിലെ കിഡ്നി ഫെയിലർ ആയിരുന്നു. സോ ഇങ്ങനെയുള്ളവർ 3 സിമ്പിൾ ടെസ്റ്റ്, ഒത്തിരി തീവനി പറയാൻ വരികയാണ്, ഏകദേശം 150-200 രൂപയിൽ താഴെ നിൽക്കുന്ന ചെലവ് വരുന്ന 3 ടെസ്റ്റുകൾ കൊണ്ട് മാത്രം കണ്ടുപിടിക്കാവുന്ന ഒന്നാണ് സാധാരണ യൂറിൻ എക്സാമിനേഷൻ. യൂറിനിലെ ആൽബുമിന്റെ അളവ് നോക്കുക. 2, ബ്ലഡ് പ്രഷർ നോക്കുക. പ്രത്യേകിച്ച് യങ് പീപ്പിൾ, 40 വയസ്സിന് താഴെയുള്ളവരിലെ രക്തസമ്മർദ്ദം വൃക്കരോഗത്തിന്റെ ഒരു പ്രധാന കാരണങ്ങളിലൊന്നാണ്. 3-ാമതായി സീറം ക്രിയാറ്റിനിൻ. ബ്ലഡിലെ സീറം ക്രിയാറ്റിനിൻ നോർമൽ പുരുഷന്മാരിലാണെങ്കിൽ 1.3 ആണ്, സ്ത്രീകളാണെങ്കിൽ 1.2 ആണ്. അതിന് മുകളിലുള്ള ഒരു ക്രിയാറ്റിൻ ഇപ്പോൾ 1.5 എന്ന ലെവൽ എത്തുമ്പോഴേക്കും കിഡ്നിയുടെ പ്രവർത്തനം 50% കുറഞ്ഞിരിക്കുന്നുവെന്നാണ് കണക്കാക്കേണ്ടത്. സോ നമ്മൾ ഈ 1.2നും 1.5നും ഇടയ്ക്കുള്ള ഒരു ക്രിയാറ്റിൻ എന്ന ടെസ്റ്റ് 1.2നും 1.5നും ഇടയ്ക്ക് നിൽക്കുന്നവരെ കണ്ടുപിടിക്കുമ്പോഴാണ് ഈ അസുഖത്തിനൊരു ചികിത്സ അല്ലെങ്കിൽ ഫലവത്തായ ഒരു ചികിത്സയ്ക്ക് സാധിക്കുകയുള്ളത്. ലക്ഷണങ്ങളിലേക്ക് കിടക്കുമ്പോൾ ഒന്ന് സാധാരണയായി അകാരണമായിട്ടുള്ള ക്ഷീണം ലക്ഷണങ്ങളിലൊന്നാണ്. നീര്, പ്രത്യേകിച്ച് വളരെ പയ്യെ 1-2 ദിവസം കൊണ്ട് നേരിടുന്ന നീര് പലപ്പോഴും ട്രീറ്റ് ചെയ്ത് നമ്മൾ ശരിയാക്കാവുന്ന അസുഖങ്ങളിലൊന്നായിരിക്കും. വളരെ പയ്യെ സ്ലോലി ഡെവലപ്പിംഗ് ഇഡീമ, നീര് ഡെവലപ്പ് ചെയ്യുക, വിശപ്പില്ലായ്മ, ഛർദി, ഓക്കാനം. പ്രത്യേകിച്ച് രാവിലെ പലരും ഒരു വെരി കോമൺ സിൻഡ്രോം, രാവിലെ പല്ല് തേക്കുമ്പോൾ ഓക്കാനം തോന്നുക, ചൊറിച്ചിൽ, ഇച്ചിങ്, വേറെ സ്കിൻ ഡിസീസ് ഒന്നുമില്ലാതെ പ്രത്യേകിച്ച് രാത്രിയിൽ ചൊറിച്ചിൽ വേറെ ഉറങ്ങാൻ സാധിക്കാതിരിക്കുക, ശ്വാസം മുട്ട്. ഹൃദയത്തിന്റെ അസുഖമുള്ളവർക്കും ഒരു ഹൈ റിസ്ക് ഫാക്ടറാണ്. കിഡ്നി വ്യാധികൾക്കൊരു ഹൈ റിസ്ക് ഉള്ളവരാണ്. നമുക്ക് വൃക്കരോഗം എന്ന് പറയുമ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഇത്ര ഒരു ഡിസ്മൽ പിക്ചർ അല്ല പൊതുവെ വൃക്കരോഗങ്ങളിൽ. കാരണം നമ്പർ ഓഫ് ഡിസീസസ് നമ്മൾ ചികിത്സിച്ച് ശരിയാക്കാവുന്ന അസുഖങ്ങളുണ്ട്. അതുകൊണ്ട് കിഡ്നി ഫെയിലർ അല്ലെങ്കിൽ ഡയാലിസിസ് റിക്വയറിംഗ് കിഡ്നി ഫെയിലർ, ഡയാലിസിസ് വേണ്ടി വരുന്ന വൃക്കരോഗം തന്നെ പ്രധാനമായി 2ആയിട്ട് തിരിക്കാം. ഒന്ന് അക്യൂട്ട്, വളരെ പെട്ടെന്ന് വൃക്ക സ്തംഭനത്തിലേക്ക് നീങ്ങുക. പ്രത്യേകിച്ച് നമ്മൾ സാധാരണ എലിപ്പനിയാണ് നമ്മളുടെ സ്റ്റേറ്റിലെ സംസ്ഥാനത്ത് കൂടുതലായി കാണുന്ന ഒരു കാരണങ്ങളിലൊന്ന് മരുന്നുകൾ, പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നു. ഒരാഴ്ചയിൽ അറ്റ്ലീസ്റ്റ് ഒരു 3-4 പേരെങ്കിലും വേദന സംഹാരികൾ കഴിച്ചുണ്ടാകുന്ന വൃക്കരോഗമായിട്ട് നമ്മൾ കാണാറുണ്ട്. ഐ മീൻ MOSC മെഡിക്കൽ കോളേജ് OPയിൽ മാത്രം. സോ you can imagine the amount of people or the number of people seen all over Kerala. ഇത് നമുക്ക് വളരെ വെരി ഈസിലി പ്രിവെന്റബിൾ ആയിട്ടുള്ള ഒരു കാരണങ്ങളാണ്, നമുക്ക് തടയാവുന്ന കാരണങ്ങളാണ്. അത്യാവശ്യത്തിന് മാത്രമായിട്ട് വേദന സംഹാരികൾ ഉപയോഗിക്കുക. സ്നേക്ക് ബൈറ്റ്, പാമ്പുകടിയായിട്ട് വരുന്നവരെ, അതും ഇതെല്ലാം ട്രീറ്റബിൾ കോസസ് ആണ്. നമുക്ക് ചികിത്സിച്ച് ആ ഒരു വൃക്ക സ്തംഭനം ഉള്ള 1-2 ആഴ്ചകൾ നമ്മൾ ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ കിഡ്നി പരിപൂർണമായി നോർമലാവുന്ന ഒരവസ്ഥയിലൊന്നാണ്. 2ാമത്തെ തരത്തിലുള്ള കിഡ്നി ഫെയിലർ ആണ് സ്ഥായിയായ വൃക്കസ്തംഭനം അഥവാ ക്രോണിക് റീനൽ ഫെയിലർ. ദെയർ ഈസ് നോ ഗോയിങ് ബാക്ക്. അത് ജസ്റ്റ് പ്രോഗ്രസസ്. ഇത് പതിയെ മോശമായി അവസാനം ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട്, പുറത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് ഇല്ലാതെ ജീവിതം സാധ്യമാകാത്തൊരവസ്ഥയിലേക്ക് എത്തുന്ന ആ അസുഖമാണ് ക്രോണിക് റീനൽ ഫെയിലർ അഥവാ സ്ഥായിയായിട്ട് വൃക്കസ്തംഭനം. നമ്മുടെ ഇടയിൽ ഏറ്റവും പ്രധാന കാരണം അവർ ഡയബറ്റിസ് ആണ്. ആക്ച്വലി ഇന്ത്യ ഈസ് സപ്പോസ് ടു കോൾഡ് ഡയബറ്റിസ് ക്യാപിറ്റൽ. നമ്മൾ ലോകത്തിൽ ഏറ്റവും അധികം പ്രമേഹ രോഗികളുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറുമെന്നാണ് അടുത്ത 5 വർഷത്തിനിടയിൽ. സോ ഡയബറ്റീസിലെ ഒരു 25% ആൾക്കാർക്കും വൃക്കരോഗത്തിനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അൺകൺട്രോൾഡ് ഡയബറ്റിസ്. തുടക്കത്തിലെ മരുന്ന് കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ളവർ ഒരു 5-6 വർഷം കഴിയുമ്പോൾ പയ്യെ മൂത്രത്തിൽ പത വന്നു തുടങ്ങി, വിശപ്പില്ലായ്മ, അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഇൻസുലിന്റെ ആവശ്യം കുറഞ്ഞു തുടങ്ങുന്ന ഒരു സന്ദർഭം. അവിടെയാണ് അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫേസ്. അവിടെയാണ് വൃക്കരോഗത്തിന്റെ തുടക്കം. അത്
പലപ്പോഴും അവര് ഇത് ഡയബറ്റീസിന് ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് ചിന്തിക്കും. പക്ഷെ ആക്ച്വൽ ഫാക്ട് ഈസ് ദാറ്റ് കിഡ്നി പയ്യെ ഡാമേജ് ആവുന്നതുകൊണ്ട് ഇൻസുലിന്റെ ആവശ്യകത കുറഞ്ഞു വരുന്നതാണ് അവിടെ. സോ ഡയബറ്റീസിലും ഇത് ഈ 5 വർഷം 6 വർഷം എന്നുള്ള കണക്ക് വൃക്കരോഗത്തിലെ നമുക്കൊരു 10-15 വർഷമായിട്ട് പ്രോപ്പർ ട്രീറ്റ്മെന്റ് വഴി നീട്ടാവുന്നതാണ്. പിന്നെ ഈ 3 തീർച്ചയായിട്ടും മരുന്നുകളുടെ ഉപയോഗം, പിന്നെ കൺജന്റൽ ഡിസീസസ്, നേരത്തെ പറഞ്ഞ പോളിസിസ്റ്റിക് ഡിസീസ്, അങ്ങനെയുള്ള പല അസുഖങ്ങളും ഫാമിലിയലായിട്ട് വീട്ടില് ഇപ്പൊ ഫാദറിന് വന്നു, ആ മകന് വന്നു, അങ്ങനെയുള്ള ഇതായി തുടരാവുന്ന ഒത്തിരി അസുഖങ്ങളും വൃക്കരോഗങ്ങളുണ്ട്. സോ ഈ അസുഖങ്ങൾ ഫൈനലി ഒരു എൻ സ്റ്റേജ് ജനറൽ ഡിസീസ് അഥവാ നമുക്ക് എക്സ്റ്റേണൽ സപ്പോർട്ട് ഇല്ലാതെ ചികിത്സിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലെത്തുമ്പോൾ 2 മാർഗങ്ങളാണ് ഇവരുടെ മുമ്പിലുള്ളത്. 1 ഈസ് ഡയാലിസിസ്, 2 വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയാണ്. ഒരു ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ്, ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് എന്ന് ചോദിച്ചാൽ അത് വൃക്ക മാറ്റിവയ്ക്കൽ തന്നെയാണ്. ഇഫ് പോസിബിൾ ഒരു സാധിക്കാവുന്ന അല്ലെങ്കിൽ ഫിറ്റ് ആയുള്ള ഒരു പേഷ്യന്റ്. പക്ഷേ 1-2% ആൾക്കാർക്ക് മാത്രമാണ് ഇന്ത്യയിൽ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ സാധിക്കുന്നത്, ഈ ഒരു അസുഖം ബാധിക്കുന്നവർക്ക്. ബാക്കിയുള്ളവരെല്ലാം ഡയാലിസിസ് എന്ന ട്രീറ്റ്മെന്റ് മൊഡാലിറ്റിയിലേക്ക് നീങ്ങേണ്ടി വരുന്നുണ്ട്. അത് തന്നെ 2 തരത്തിലാണ്. ഒന്ന് ഹീമോഡയാലിസിസ് or പെരിറ്റോണിയൽ ഡയാലിസിസ്. ഹീമോഡയാലിസിസ് ആണ് രക്തം മെഷീനിലൂടെ കയറ്റി വിട്ട് ശുദ്ധീകരിച്ച് തിരിച്ച് മെഷീനിലേക്ക് വിടുന്ന പ്രക്രിയയ്ക്ക് പറയുന്നത്. 2 പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. ഒന്ന് വയറിന്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത്, ഒരു പ്രത്യേക ജലം ഫില്ല് ചെയ്ത് അതിലൂടെ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്രക്രിയയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഡിഫറൻസ് ഹീമോഡയാലിസിസ് ആണ് നമ്മുടെ ഇടയിൽ, അറ്റ്ലീസ്റ്റ് ഇന്ത്യയിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഒന്ന് കോസ്റ്റ് വളരെ കുറവാണ്. പെരിറ്റോണിയൽ ഡയാലിസിസ് ഒരു സാധാരണ രീതിയിലുള്ള പെരിറ്റോണിയൽ ഡയാലിസിന് ഏകദേശം 30,000-35,000 രൂപ മാസം വരുമ്പോൾ ഹീമോഡയാലിസിസ് ഏകദേശം 15,000 രൂപയുടെ ഇടയിൽ നിൽക്കും, പല വ്യത്യാസങ്ങളോടുകൂടി. രണ്ടാമതായി ഒരു യൂണിറ്റ് കെയർ ടേക്കർ. ഒരു പെരിറ്റോണിയൽ ഡയാലിസിസിന് ഒരു ആൾ അതിനുവേണ്ടി പേഷ്യന്റിന്റെ കൂടെ നിൽക്കണം. അതില്ലെങ്കിൽ ഒരു മെഷീൻ ഉപയോഗിക്കുമ്പോൾ അതിന് ചെലവ് 1,00,000 മാസം ട്രീറ്റ്മെന്റിൽ വരും പെരിറ്റോണിയൽ ഡയാലിസിസിന്. സെക്കൻഡ് ഇസ് ഒരു കെയർ ഫ്രം ദ ഡോക്ടർ. അത് ഈ 3 ആസ്പെക്ട്സ് ആണ് പേഷ്യൻസിനെ കൂടുതൽ ഹീമോഡയാലിസിസിലേക്ക് ആകർഷിക്കുന്നത്. ഇതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് തിരുമേനി പറഞ്ഞ മാതിരി എക്കണോമിക്സ് ആണ്. ഇറ്റ്സ് എ ബ്രെഡ് വിൻഡർ, മോസ്റ്റ് ഓഫൺ ദ ബ്രെഡ് വിൻഡർ ഓഫ് ദ ഫാമിലിയാണ്. ഈ പ്രധാന അന്നദാതാവാണ് ഈ അസുഖം മൂലം എഫക്റ്റഡ് ആവുന്നത്. സോ ഇറ്റ് വൈപ്സ് ഔട്ട് ദ ഹോൾ ഫാമിലി ഫൈനാൻസസ്. ടോട്ടൽ ഒരു മാസം 15,000-20,000 രൂപയും ആകുമ്പോഴത്തേക്കും കുടുംബത്തിന്റെ ബാക്കിയുള്ള വേറൊരു സോഴ്സ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതിന്റെ കൂടെ സോഷ്യൽ, ജോലിക്ക് പോകാതിരിക്കുക, അതിനുള്ള സോഷ്യൽ ആസ്പെക്ട്സ് എല്ലാം. ഫൈനലി ഞാൻ ഡയാലിസിസിനെ കുറിച്ചുള്ള ചില ധാരണകൾ. ഒന്ന്, ഡയാലിസിസ് ഒരിക്കൽ തുടങ്ങിയാൽ തുടർച്ചയായിട്ട് ചെയ്യേണ്ടി വരുന്നുള്ളൊരു ധാരണയുണ്ട്. അത് പലപ്പോഴും തെറ്റാണ്. ആൻഡ് ഇന്റർമീഡിയന്റ്, നമ്മൾ കുറച്ച് നാൾ ഡയാലിസിസ് ചെയ്ത് അത് കഴിഞ്ഞ് കിഡ്നി ഒരു പാർഷ്യലായി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇംപ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഡയാലിസിസ് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കാറുണ്ട്. പിന്നൊന്ന്, ഡയാലിസിന്റെ എണ്ണം കൂടുന്നത് കിഡ്നിയുടെ അസുഖത്തിന്റെ മൂർച്ഛിക്കുന്നതാണെന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷേ നമ്മൾ 24 മണിക്കൂറും വൃക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആഴ്ചയിൽ 4 മണിക്കൂർ 2-3 തവണ ചെയ്യുന്നത്. സോ നമ്മൾ അത്രയെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ ഈ കിഡ്നി പുറന്തള്ളുന്ന വേസ്റ്റ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ അക്യൂമുലേറ്റ് ചെയ്യാതെ അതിന്റെ കോംപ്ലിക്കേഷൻസ് ഇല്ലാതിരിക്കാൻ സാധിക്കുകയുള്ളൂ. സെക്കൻഡ് തിങ്, ഇതൊരു പേഷ്യന്റിനെ ഒരിക്കലും ബെഡ്രിഡൻ അല്ലെങ്കിൽ ജോലിക്ക് പോകാതെ വെറുതെ കിടപ്പിലാകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കേണ്ട ഒന്നാണ്. ഡയാലിസിസ് നമ്മളെപ്പോഴും പറയുക, ഡയാലിസിസ് യു ടേക്ക് ഇറ്റ് എസ് എ പാർട്ട് ഓഫ് ലൈഫ്. പ്രത്യേകിച്ച് വർക്ക് ചെയ്യുക ആൻഡ് കണ്ടിന്യൂ ഓൺ ഡയാലിസിസ്. ഇവരെ പലപ്പോഴും ജോലി ചെയ്യുന്ന പേഷ്യൻസിനോട് നമ്മൾ ഈവനിങ് ഷിഫ്റ്റ്, അതാണ് വൈകിട്ട് 8 മണിക്ക് അവർ വന്ന് ഡയാലിസിസ് ചെയ്യും, നെക്സ്റ്റ് ഡേ കണ്ടിന്യൂ വർക്കിംഗ്. സോ യു ഓൾവേസ് എൻകറേജ് ആ ഒരു പേഷ്യന്റ് ബി പാർട്ട് ഓഫ് ദ നോർമൽ കമ്മ്യൂണിറ്റി ഓർ നോർമൽ. ഒരു അസുഖക്കാരൻ എന്നുള്ളതിൽ മാറി ഒരു വൃക്ക ഇത്രയും ജോലി ചെയ്യുന്നില്ല, അത് നമ്മളൊരു മെഷീൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് ഈ ലെറ്റ് ഹിം കണ്ടിന്യൂ വിത്ത് സാധാരണ ജോലികളോ അല്ലെങ്കിൽ സാധാരണ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോകാൻ എൻകറേജ് ദാറ്റ്. അല്ലാതെ ഒരു രോഗി എന്ന ഒരു മുദ്രകുത്തി ഒരു
മൂലയ്ക്ക് ഇരുത്താതെ ഇതും കണ്ടിന്യൂ ചെയ്ത് അതാണ് നമ്മൾ ആസ് ഓഫ് നൗ നമ്മുടെ സോഷ്യൽ ആസ്പെക്റ്റും വളരെ പ്രധാനമായിട്ട് ഒന്നാണ്. ഞാൻ അധികം തിരക്കുന്നില്ല ബിക്കോസ് ഇറ്റ്സ് എ ലോട്ട് ഓഫ് തിങ്സ് ടു ബി ടോൾഡ്, ബട്ട് I just went through the basics of screening causes and what is the basics of dialysis. Thank you. താങ്ക് യു ഡോക്ടർ കിഷോർ. ആശംസ അർപ്പിക്കുന്നതിനായി വരികോലി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി വികാരി റവറൻഡ് ഫാദർ ബിജു എലിയാസ് അച്ഛനെ ക്ഷണിക്കുന്നു. തിരുമേനി, വന്ദരായ എപ്പിസ്കോപ്പാച്ചന്മാരെ, വന്ദറമ്പാച്ചൻ, ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, തലക്കോട് പരിമല മാർ ഗ്രിഗോറിയോസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ആഗോള ക്രൈസ്തവ സമൂഹത്തിന്റെ മധ്യത്തിലും ലോക രാഷ്ട്ര തലവന്മാരുടെ എല്ലാം ഇടയിലും ഒക്കെ വളരെ ഒരു അത്ഭുതമായിരുന്ന ഈ ദേശത്തിന്റെ വളരെ സമീപത്ത് ജനിച്ചു വളർന്ന മലങ്കര സഭയ്ക്കും ഭാരതത്തിനുമെല്ലാം അഭിമാനമായി തീർന്ന ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത തിരുമനസിന്റെ സ്മരണ നിലനിർത്തുന്നതിലേക്ക് ഡയാലിസിസ് യൂണിറ്റ് ഇവിടെ സ്ഥാപിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഡയറക്ടറും കറസ്പോണ്ടന്റുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട TP എലിയാസ് അച്ഛൻ ഈ ഇടവകയെ ഔദ്യോഗികമായിട്ട് അറിയിക്കുകയുണ്ടായി. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് വരിക്കോലി സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവക ഈ കാര്യത്തെ സ്വാഗതം ചെയ്തത്. വിദേശവാസികളായിട്ടുള്ള സാധാരണക്കാരായ ആളുകൾക്കും ഇപ്പൊ ബഹുമാനപ്പെട്ട ഡോക്ടർ ഇവിടെ വിശദീകരിച്ചതുപോലെ വർഗസംബന്ധമായിട്ട് ചികിത്സിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആളുകൾക്കുമൊക്കെ ഒരു അത്താണിയും ആശ്രയവുമായിട്ട് തീരുന്ന ഈ പ്രസ്ഥാനം അഭിനന്ദനായ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത തിരുമനസിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഈ ദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇടവയെ സംബന്ധിച്ചിടത്തോളം അത്യധികമായ അഭിമാനവും സന്തോഷവും ഇതിന്റെ പേരിലുണ്ട്. ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും വളരെ തന്മയത്വത്തോടുകൂടി പൂർത്തീകരിക്കുവാനുള്ള കെൽപ്പുള്ള ഒരു നേതൃത്വമാണ് അഭിനന്ദ തിരുമേനി പ്രസിഡന്റായിട്ടുള്ള ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ളത് ബഹുമാനപ്പെട്ട KT ഫിലിപ്പച്ചന്റെ സ്വാഗത പ്രസംഗത്തിൽ നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ബഹുമാന്യനായ OC കുര്യാക്കോസ് കോറെപ്പിസ്കോപ്പ അച്ഛനാൽ സ്ഥാപിക്കപ്പെട്ട ട്രസ്റ്റ് ഇന്നും അഭംഗുരമായി ദൈവത്തിന്റെ വലിയ കൃപാകടാക്ഷത്താൽ അനേകം പാവപ്പെട്ട ആളുകൾക്ക്, പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനും താമസിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും ജീവിതത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് ചെന്നെത്തപ്പെടുവാനുമൊക്കെ സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് ആർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ദീർഘമായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല. ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വരിക്കോലി സെന്റ് മേരീസ് ഓർത്തഡോക്സ് ശ്രീയാനിപ്പള്ളി ഇടവകയുടെ എല്ലാ ഇടവകങ്ങളുടെയും പേരിൽ എല്ലാ ആശംസകളും ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അച്ഛന്റെ വാക്കുകൾക്ക് നന്ദി. കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ സെക്രട്ടറി ശ്രീ ജോയ് ജേക്കബ് PMGMC ട്രസ്റ്റിന്റെ ഗവേണിംഗ് ബോർഡ് മെമ്പറാണ്. ഈ ഡയൽ സെന്റർ ആരംഭിക്കുന്നതിന് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും അദ്ദേഹം നൽകിയെന്നുള്ളത് നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ആശംസ അർപ്പിക്കുന്നതിനായി ശ്രീ ജോയ് സാറിനെ ക്ഷണിക്കുന്നു. അഭിവന്യ കൂർലോസ് തിരുമേനി, വന്യ വൈദിക ശ്രേഷ്ഠരെ, സുഹൃത്തുക്കളെ, ഇതുപോലെ ഒരു സംരംഭം ഇവിടെ ആരംഭിക്കുവാനായിട്ടുള്ളൊരു തീരുമാനം എടുത്തത് വളരെ വലിയൊരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് എല്ലാ തരത്തിലുള്ള രോഗങ്ങളും, പുതിയ പുതിയ രീതിയിലുള്ള രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു രോഗമാണ് വൃക്കരോഗം. എല്ലാ ആശുപത്രികളിലും തന്നെ ഇപ്പോൾ ഉള്ള ഡയാലിസിസ് മെഷീൻസ് രോഗികൾക്ക്
ആവശ്യമായ പരിചരണം കൊടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല. കോലഞ്ചേരി ആശുപത്രിയിലാണെങ്കിലും അവിടെയും ഞങ്ങൾ 20 പേർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീ ഡയാലിസിസ്, അതായത് 1, 2, 3 ഡയാലിസിസ് വീതം വേണ്ട ആൾക്കാർക്ക് എല്ലാ ദിവസവും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതാവശ്യമായിട്ടുള്ള രോഗികൾ ഒരുപാട് കൂടുതലാണ്. എത്രയൊക്കെ സൗകര്യങ്ങൾ നമ്മൾ സൃഷ്ടിച്ചാലും അത് മതിയാകുന്ന ഒരു രീതിയല്ല. ഇതിന് ഒരു മുഖ്യ കാരണം എന്ന് പറയുന്നത് ഈ രോഗത്തെ പറ്റിയുള്ള അറിവിൻ്റെ കുറവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നത് പോലെ തന്നെ ഈ രോഗത്തെ പറ്റിയുള്ള അറിവ് മറ്റുള്ളവരിലേക്ക് പകർത്തുന്നതും ഒരു വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എഡ്യൂക്കേറ്റിംഗ് ദി മാസ് അബൌട്ട് ദ ഡിസീസ്. ഡോക്ടർ കിഷോർ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ വളരെ നല്ല ചികിത്സ കൊടുക്കുവാനും മാറ്റുവാനും സാധിക്കുന്ന കാര്യമാണ്. ഏർലി സിംറ്റംസ് ഏർലി മനസ്സിലാക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഒരു ഡയാലിസിസ് സെന്റർ തുടങ്ങുക എന്ന് പറയുമ്പം അതിൽ ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഇത് മറ്റുള്ള രോഗങ്ങളെ പറ്റിയല്ല, ഈ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കമ്മിറ്റ്മെന്റോടുകൂടി ചെയ്യേണ്ട ഒരു സംഗതിയാണ്, പ്രത്യേകിച്ച് ഇതുപോലൊരു സ്ഥലത്ത് നമ്മൾ ആരംഭിക്കുക. അപ്പം അതിന് കൂട്ടായ പ്രവർത്തനം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഏതൊരു സംരംഭവും വിജയിക്കുന്നത് കൂട്ടായ പ്രവർത്തനത്തിൽ കൂടി മാത്രമാണ്. ആരെങ്കിലും 1 or 2 പേര് വിചാരിച്ചാൽ ഒരിക്കലും നടത്താൻ നമുക്ക്, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ വളർത്തുവാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കില്ല. ഏതെങ്കിലും ഒരു ഏരിയയിൽ എന്തെങ്കിലും നല്ല രീതിയിൽ വളർന്നിട്ടുണ്ടെങ്കിൽ അത് കൂട്ടായ പ്രവർത്തനത്തിൽ കൂടി മാത്രമാണ്. കമ്മിറ്റ്മെന്റ് ഓഫ് ദ പീപ്പിൾ ഓഫ് ദ പ്ലേസ്, അതാണ് ഏറ്റവും ആവശ്യം. ഈ നാട്ടിലെ ആൾക്കാരും ഈ സംരംഭത്തോടുകൂടി വളരെയേറെ യോജിച്ച് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാൽ ഈ ചെറിയ രീതിയിൽ നമ്മൾ ആരംഭിക്കുന്ന ഈ ഡയാലിസിസ് സെന്റർ തീർച്ചയായിട്ടും സാധാരണക്കാർക്ക്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരുപാട് ഗുണകരമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു ശ്രീ ജോയ് പി ജേക്കബ്. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിനായി പുത്തൻകുരിശ് 10ാം വാർഡ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ മിസ് മഞ്ജുവിനെ ക്ഷണിക്കുന്നു. ഇത്രയും സമയമായി നമുക്കറിയാം, നമ്മുടെ തിരുമേനിക്കൊക്കെ ഭയങ്കര തിരക്കുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് വിടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം അതുകൊണ്ട് കൂടുതൽ വിശദമായിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. നമ്മുടെ വടുവോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ സെന്റ് മേരീസ് ചർച്ചിനോട് ഇത്രയും അടുത്ത് വരിക്കോലി വാർഡിൽ ഇങ്ങനെയൊരു സംരംഭം തുടങ്ങുന്നതിനായി തെരഞ്ഞെടുത്തതിന് തന്നെ ആദ്യമേ തന്നെ ഞാൻ എന്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും ഈ സംഘാടകരോട് അർപ്പിക്കുകയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം വാർഡ് മെമ്പർ ആയതിനു ശേഷം നമ്മൾ ഒത്തിരി ചികിത്സ, ക്യാൻസർ, ഡയാലിസിസ് പോലെ ഒത്തിരി അസുഖങ്ങൾക്ക് ഒത്തിരി സ്ഥലങ്ങളില് കാല് പിടിക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. ജേക്കബ് സാറൊക്കെ ഒത്തിരി എന്നെ അറിയില്ലായിരിക്കാം, എങ്കിൽ കൂടിയും ഒത്തിരി രോഗികൾക്ക് വേണ്ടി എന്നെ ഒത്തിരി സഹായിച്ചിട്ടുള്ള മഹൽ വ്യക്തികളാണ്. അവരെയൊന്നും എനിക്ക് മറക്കാൻ കഴിയില്ല. 4 വർഷത്തെ പരിചയമാണ് നമ്മൾ ഇവരൊക്കെ തമ്മിലുള്ളൂ. ഡോക്ടറാണെങ്കിലും ഡോക്ടർക്കും എന്നെ നേരിട്ട് അറിയില്ലായിരിക്കാം, എങ്കിലും നമ്മളൊരു ലെറ്റർ പാഡിൽ ഒരു എഴുത്തെഴുതി കൊടുത്തു വിടുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം തീർന്നു. എങ്കിലും അതിന്റെ പുറകിൽ എത്രയോ 1 ആളോ 2 ആളോ അല്ലല്ലോ, നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ നമുക്കറിയാം എന്തോരം ആൾക്കാരാണ് ഒരു ട്രീറ്റ്മെന്റിന്, ഒരു ചെറിയ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നത് പോലെയാണ്. അപ്പൊ അവരുടെ ബുദ്ധിമുട്ടും മാനസികാവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വാർഡിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. കാരണം അതിലൊരു അത്യാവശ്യം വരുമ്പോൾ തന്നെ, കാരണം ഒത്തിരി കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന രോഗികളാണ് കൂടുതലും. കാരണം 100 പേര് ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ അതിൽ 80 ആളും രോഗികളാണ്. കാരണം നമ്മുടെ വ്യായാമക്കുറവ്, അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതി, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരാനുള്ള സാധ്യത. അതാണ് കാരണം ഇപ്പോൾ നമുക്ക് ഒരു കൃഷിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ആരും തയ്യാറല്ല. എല്ലാം പാക്കറ്റ്. ഞങ്ങൾ സ്ത്രീകളാണ് അതിന് കൂടുതലും കാരണക്കാര്. കാരണം
കഷ്ടപ്പെടാൻ ഞങ്ങൾ ആരും തയ്യാറല്ല. ആണുങ്ങൾ എന്ത് കൊണ്ടു തരുന്നു അത് പാക്കറ്റിൽ ഫ്രഷ് ആയിട്ട് കൊണ്ടുതരുന്ന സാധനങ്ങളാണ് പൊട്ടിച്ച് കുട്ടികൾക്ക് കൊടുക്കുക എന്നതൊരു ഉത്തരവാദിത്വം. അങ്ങനെ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ സമൂഹം ഇപ്പോൾ മാറിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് രോഗികളുടെ എണ്ണം വളരെ കൂടുന്നു. അതനുസരിച്ച് ട്രീറ്റ്മെന്റ്, അതിന് പൈസ അത്യാവശ്യമുള്ളവർക്ക് കുഴപ്പമില്ല, അല്ലാത്ത സാധാരണക്കാരായ ഒത്തിരി ജനങ്ങൾ നമ്മുടെ നാടുകളിൽ തന്നെയുണ്ട്. കാരണം ഒരു വാർഡ് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്രയോ രോഗികൾ, അവർക്ക് വേണ്ടി നമ്മൾ എത്രയോ ഇടങ്ങളില് എത്രയോ ആളുകളുടെ അടുത്ത് പോയി കൈയും കാലം പിടിച്ചിട്ടാണ് ഓരോ രോഗത്തിനും ഓരോരുത്തരെ ട്രീറ്റ്മെന്റ് ചെയ്ത് കാണും. എന്റെ വാർഡിൽ തന്നെ എനിക്ക് അറിയാവുന്നതാണ് ഒത്തിരി കാര്യങ്ങൾ. ഇവിടെ ഇരിക്കുന്ന പലരും എന്നെ സഹായിച്ച വ്യക്തികളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അറിയാവുന്നവരുടെ മുന്നിൽ കൈ നീട്ടുക. കാരണം എന്റെ ഒരു സ്വന്തം ആവശ്യത്തിന് കൈ നീട്ടിയിട്ടില്ലെങ്കിൽ പോലും ഒത്തിരി ആളുകൾക്ക് വേണ്ടി ഞാൻ ഒത്തിരി ആൾക്കാരുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്നെ സഹായിച്ച ഒത്തിരി വ്യക്തികൾ ഇതിനകത്തുണ്ട്, പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സെന്റ് മേരീസ് തലക്കോട് സെന്റ് മേരീസ് ചർച്ചിന്റെ ഇവിടെ ഒരു ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങുന്നതിന് പഞ്ചായത്തിൽ നിന്നും എന്ത് സഹായ സഹകരണങ്ങൾ വേണം, എനിക്ക് ചെയ്യാൻ കഴിയുന്നതായ എല്ലാ സഹായ സഹകരണങ്ങളും നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ഈശ്വരന്റെ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. മഞ്ജു മാഡത്തിന്റെ വാക്കുകൾക്ക് നന്ദി അറിയിക്കുന്നതിനായി PMGMC ട്രസ്റ്റ് കറസ്പോണ്ടന്റ് വന്യ TP ഇലിയാസ് അച്ഛനെ ക്ഷണിക്കുന്നു. സദസ്സിലും വേദിയിലും ഉപവിഷ്ടരായിരിക്കുന്നതായ ഈ പ്രൗഢമായ സദസ്സിലെ ആചാര്യസ്ഥാനികള്, അതോടൊപ്പം തന്നെ നാനാജാതി മതസ്ഥർ ഉൾപ്പെടുന്ന ഈ സമൂഹത്തിന്റെ മുമ്പില് നന്ദിയോടെ ഈ 2015 ഏപ്രിൽ മാസം 29-ാം തീയതി ഒരു സുദിനമായിട്ട് ഈ സായം സന്ധ്യയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു. 1963 OC കുര്യാസ് സ്ഥാപിതമായിരിക്കുന്ന സെന്റ് മേരീസ് ബോയ്സ് ഹോം വളർച്ചയുടെ പന്താവിലേക്ക് ഉയർന്നു വന്നതിന് ശേഷം ഇന്ന് 7ാമത്തെ പ്രോജക്റ്റായിട്ട് ഇവിടെ ആരംഭം കുറിക്കുമ്പോൾ വന്നിരിക്കാൻ നിങ്ങളെല്ലാവരും ഓർക്കണം, ഇത് ഒരു പ്രൗഢമായ ഒരു ഗ്രൂപ്പിന്റെ കയ്യിലാണ് ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ ദൈവത്തിന്റെ കന്യാൽ സ്ഥിതി ചെയ്യുന്നത്. അഭിമന്യ ബുറിലോസുരുമേനി ദേശീയ അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു എക്യൂമിക്കൽ ലീഡറാണ് എങ്കിൽ അദ്ദേഹത്തിന് നേതൃത്വം നടത്തപ്പെടുന്നതായ പോസിറ്റീവ് എനർജി ആ ഒരു കമ്മിറ്റി തരുന്നതായ ഡോക്ടർ ചെറിയാനീപ്പൻ, CM കുര്യാക്കോസ്, അതോടൊപ്പം തന്നെ ഈ വേദിയിലൊക്കെ ഇരിക്കുന്ന വളരെയധികം ജോലിത്തിരക്കുള്ളതായ ജോയി പി ജേക്കബ്, ജോർജ് പോള്, അതുപോലെ ബിജോയ്, അങ്ങനെ ഒരു പറ്റം 12 പേരടങ്ങുന്ന ഒരു സമിതിയാണ് ഇതിന് വേണ്ടതായ ചുക്കാൻ പിടിക്കുന്നത്. സാമ്പത്തികമായിട്ട് ക്ലേശമുണ്ടാകുന്ന സമയത്ത് സാമ്പത്തിക ക്ലേശം പരിഹരിക്കുവാനായിട്ട് ദൈവം കൈത്താങ്ങ് നിലയിക്കൊണ്ട് അനേകം പേരെ അയക്കുന്നുണ്ട്. വലിയ പ്രതിസന്ധിയിലാണ് ഞങ്ങൾ തുടങ്ങുന്നതെന്ന് വിചാരിക്കുന്നു ഓരോ പ്രസ്ഥാനം തുടങ്ങുന്ന സമയത്ത്. എന്നാൽ ഈ പ്രസ്ഥാനം എല്ലാം അവസാനിക്കുമ്പോഴേക്കും ഞങ്ങളാരും കടബാധ്യതയുള്ളവരായി തീരുന്നില്ല. കാരണം സ്വർഗത്തിലെ ദൈവം കാര്യം സാധിച്ചിരുന്നതായ ഒരു പുണ്യപ്പെട്ട ഭൂമിയാണ് തലക്കോട് സെന്റ് മേരീസ് ബോയ്സ് ഹോം. ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പറയുവാൻ സാധിക്കും, 100ലധികം കുഞ്ഞുങ്ങൾ 1963 മുതൽ OC കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയതായ ആ കുഞ്ഞുങ്ങൾ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ ഭൂഖണ്ഡങ്ങളിൽ വ്യത്യസ്തമായിരിക്കുന്ന ജോലികളുമായിട്ട് താമസിക്കുന്നു. അവർ വല്ലപ്പോഴും വന്ന് ഈ കുഞ്ഞുങ്ങളെ കാണുന്നു. അങ്ങനെയുള്ളതായ കരുണയുടേതായ ഒരു സ്പർശനമുള്ള ഒരു സ്ഥലമാണ് തലക്കോട്. ആരെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും വരുവാൻ പ്രചോദനം കൊടുക്കുന്നു. ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും വേറൊരു സ്ഥാപനം തുടങ്ങുവാനുള്ള ശക്തി പകർന്നിരുന്നതായ ഒരു നേതൃനിര അവിടെ ഉണ്ട് എന്നുള്ളത് ഈ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷം പ്രദാനം ചെയ്യുന്ന കാര്യമാണ്. പലരുടെയും പേരെടുത്ത് പറയുവാനുണ്ട്. ഈ വേദിയിൽ വന്നിരിക്കുന്ന വൈദിക ആചാര്യസ്ഥാനങ്ങൾ എല്ലാവരെയും മനസ്സിൽ സ്നേഹം സൂക്ഷിച്ചുകൊണ്ട് ഈ വരിക്കോലി സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലങ്കര ഓർത്തഡോക്സ് സഭയിലെ 4 ഭദ്രാസനങ്ങളുടെ ഒരു മധ്യഭാഗമാണ് വരിക്കോലി. അങ്കമാലി ഭദ്രാസനം, കൊച്ചി ഭദ്രാസനം, കണ്ടനാട് ഈസ്റ്റ്, കണ്ടനാട് വെസ്റ്റ്. ഈ 4 ഭദ്രാസന ആളുകൾ ഒരു 10 കിലോമീറ്ററിന്റെ ഉള്ളിൽ ഈ പള്ളികളിലെല്ലാം ഉണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്കമാലി ഭദ്രാസനമുള്ള പഴത്തോട്ടംപള്ളി മുതൽ കൊച്ചി വടവോട് കൊച്ചി ഭദ്രാസനത്തിന്റെ വടവോട് പള്ളി, അതോടൊപ്പം തന്നെ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിലെ പുത്തൻകുരിശ്, കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിലെ വരിക്കോലി. ഈ പള്ളികളിലുള്ള ആളുകളും എല്ലാവരുടെയും ഒരു കൂട്ടായ പരിശ്രമം ഉണ്ടെങ്കിൽ ദൈവം അദൃശ്യമായ കൃപകളോട് ചൊരിഞ്ഞു തരുമെന്ന് ഉറപ്പുണ്ട്. കാരണം ഇതുമായിട്ട് എങ്ങനെയോ അല്പമായി അധികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളല്ല പ്രതിഫലം തരുന്ന ദൈവം പ്രതിഫലം തരുമെന്നുള്ള കാര്യം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ്. അതുകൊണ്ട്
ഈ 4 ഭദ്രാസനങ്ങളിലെ വിവിധ ദേവാലയങ്ങൾ വിശിഷ്യ ഇവിടുന്ന് ആരംഭിക്കുകയാണെങ്കിൽ ഒരിക്കോലി, പുത്തൻകുരിശ്, അപ്പുറം കിടക്കുന്ന വടുവോട്, അതിനപ്പുറം കിടക്കുന്ന പഴന്തോട്ടം, അപ്പുറക്കുന്ന ഞങ്ങൾ വില്യച്ചൻ്റെ കുറിഞ്ഞിപ്പള്ളി, കണ്യാട്ടരിപ്പള്ളി, ഇത്രയും പ്രശ്നബാധിത ദേവാലയങ്ങളാണ്. ഓർത്തഡോക്സുകാരായി നമുക്ക് ഒരു സാക്ഷ്യ ജീവിതം ഉണ്ടാകണം. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ പ്രദേശത്ത് ക്രൈസ്തവ സാക്ഷ്യം എന്താണെന്ന് കാണിച്ചു കൊടുക്കുവാൻ ഈ പറഞ്ഞിരിക്കുന്ന ദേവാലയങ്ങളെ, പ്രശ്നബാധിതരായ ദേവാലയങ്ങളിലെ മക്കൾക്കായി നമുക്ക് സാധിക്കും. അതിനൊരു വേദിയായിട്ട് ഇത് എടുക്കുകയാണ് എങ്കിൽ സമൂഹത്തിന്റെ നന്മകൾ, സമൂഹത്തിന്റെ എന്താണ് ഇത് ആവശ്യമെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് നമുക്കൊരു കർമ്മ മേഖലയായി തിരഞ്ഞെടുക്കുവാനായിട്ട് വന്നിരിക്കുന്നതായ ബഹുമാനപ്പെട്ട വൈദികർ സഹകരിക്കും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം ചെറിയ ഷോർട്ട് നോട്ടീസിന് പുറത്താണ് മീറ്റിംഗ് വിളിച്ചത്. ഇത്രയും വൈദികർ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ വൈദികരുടെ സഹകരണം ഓരോ ആളുകളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. അതിനുള്ള സന്തോഷം. എത്രമാത്രം ക്ലേശമുണ്ടായിരുന്ന പ്രൊഫസർ എൻ കെ രാജൻ സാർ ഇവിടെയുണ്ട്, ഡോക്ടർ ടി എൻ ജോസ് ഉണ്ട്. അനേകം പേരുടെ പേരെടുത്ത് പറയുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് താൻ. അതോടൊപ്പം തന്നെ അഹോരാത്രമുള്ളതായ സജി കണ്ണേത്ത്, അതുപോലെ തന്നെ മലാലെ പോളിസൺ, ഇതിൻ്റെ എല്ലാത്തിനും പുറകെ അവരെ ഒരു നേർച്ചക്കൊഴികളെ പോലെ നടക്കുന്നു ഇതിൻ്റെ വളർച്ച കാണുവാനായിട്ട്. എല്ലാ വിധത്തിലുള്ള സഹകരണം നിങ്ങൾ ഉണ്ടാകണമെന്ന കാര്യം അതിൻ്റെ ഒരു സഹശുശ്രൂഷകർ എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കുന്നു. നമ്മളെല്ലാവരും ഇതിൻ്റെ സഹശുശ്രൂഷകരായിരിക്കുകയാണെങ്കിൽ, ദൈവം കരുണ ചെയ്യുകയാണെങ്കിൽ 2015 നവംബർ മാസം 24-ാം തീയതിയാണ് ഭാഗ്യസ്മരണാർഹനായ പൗലോസ് മാർ ഗിരൂസിമയുടെ 19ാം ചരമദിനം. ദൈവം പരിശുദ്ധ ബാബാ തിരുമേനി ആയിട്ട് ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ നവംബർ മാസം 29-ാം തീയതി ഞായറാഴ്ച ഇത് സമൂഹത്തിന് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഗിരിയോറിയൻ ഡയാലിസിസ് സെന്റർ അത് ഉചിതമായ പ്രവർത്തനം നടത്തുവാൻ സാധിക്കും. തിരുമേനി, ജോയിപ്പോളുണ്ട്, ജോയിയുണ്ട്, ജോർജ് പോളൊക്കെയിലുണ്ട്. ഇവരുള്ളപ്പോൾ പിന്നെ പ്രയാസമൊന്നുമില്ല, ഞങ്ങൾക്ക് തന്നെ അറിയാം. ദൈവം അവരെ സഹായിച്ചു തരും എന്ന്, ദൈവം അവരുടെ കൂടെ അല്പം പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഏതൊരു കാര്യം കഴിഞ്ഞാൽ തന്നെയും ഈ സെന്റ് മേരീസ് ബോയ്സ് ഹോമിന്റെ സ്ഥാപകപിതാവായിരിക്കുന്ന മക്കള് ഈ ചോയി, അതുപോലെ സൈബു, റെജി, ഇന്നലെ അമ്മായിയെ കണ്ടുവരും പറഞ്ഞു. അമ്മായി പറഞ്ഞു ബോയ്സ് ഹോമിന്റെ ട്രസ്റ്റിന്റെ 7ാമത്തെ സന്താനം നാളെ പറക്കാൻ പോവുകയാണ്. അമ്മായി അച്ഛൻ്റെ കാര്യം ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥയാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളതായ ഒരു കൂട്ടായ ഒരു സംരംഭമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുന്ന കാര്യം ഓർപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ പ്രോജക്റ്റിന്റെ പ്രസിഡന്റായിരിക്കുന്നതായ അഭിനന്ദ തിരുമൻസൻ ഉറുസിമയുടെ നേതൃത്വത്തിലാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത്. ഈ പ്രോജക്റ്റിന്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് നമ്മുടെ ബോയ്സ് ട്രസ്റ്റിന്റെ ബോർഡ് മെമ്പറായിരിക്കുന്നതായ ബഹുമാന CM കുര്യാക്കോസിനെ, കോളേജ് CM കുര്യാക്കോസിനെ ഇതിനകത്ത് നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഓർപ്പിക്കുമ്പോഴേക്കും കൂട്ടായ ജോലിയൊക്കെ ഓർപ്പിച്ചതുപോലെ കൂട്ടായിട്ടുള്ളതായ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നു. ആ ഏറ്റെടുക്കുന്നതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുന്ന കാര്യം പറയുമ്പോഴേക്കും ഞങ്ങൾ മുമ്പിൽ നടക്കുന്നു, നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടെ നടക്കുകയാണെങ്കിൽ ഈ സ്ഥാപനം ഉയർന്നു വരുമെന്ന കാര്യം തർക്കമിച്ച സംഗതിയാണ്. ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്. ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, തലക്കോട് ബോയ്സ് ഹോം ഒരു പുണ്യപ്പെട്ട ഭൂമിയാണെന്ന് പറയുമ്പോഴേക്കും എൻ്റെ പുറകിലിരിക്കുന്ന വന്യ KJ കുര്യാക്കോസ് കോർപ്പിസ്കോപ്പത്തിന് അറിയാമോ? ഇതുമായിട്ട് ബന്ധപ്പെടുന്നതായ ഞങ്ങളുടെ പത്മബഹായിലെ തോണോസ് വെച്ചിരിക്കുന്നത് ഈ തിരുമേനി മുതലുള്ള എല്ലാ ട്രസ്റ്റ് മെമ്പേഴ്സിനെയും ബോർഡ് മെമ്പേഴ്സിനെയും അതോടൊപ്പം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖലകളെയും തന്നുകൊണ്ട് ഞങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പേരുകൾ അനുദിനം ഓർക്കുവാനായിട്ട് നല്ലൊരു സംവിധാനം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധ പരിമത്തിമയുടെ മധ്യസ്ഥയത്ത് സജീവമാണ് എന്ന്. ഈ പിതാവ് ഈ ബലി അർപ്പിക്കുന്ന സമയത്ത് സൃഷ്ടി മുഴുവനും വേണ്ടിയിട്ടാണ് ഞാൻ ബലി അർപ്പിക്കുന്നതെങ്കിൽ തന്നെയും ആ സൃഷ്ടിയുടെ ഭാഗമായിരിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായ വലിയൊരു പ്രചോദന കേന്ദ്രമാണ് ഞങ്ങൾക്ക് തലക്കോട് ചാപ്പൽ എന്നുള്ളത്. ആ ചാപ്പലിലെ ആരാധനയിൽ കൂടെ മധ്യസ്ഥയിൽ കൂടെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ എണ്ണി പ്രാപിക്കുന്നവരാണ് അതുമായിട്ട് പ്രവർത്തിക്കുന്നതെന്ന കാര്യം ഓർപ്പിക്കുകയും നിങ്ങൾ അതോടൊപ്പം തന്നെ സമയം കിട്ടുന്ന മുറയ്ക്ക് അവിടെ വന്ന സ്ഥാപനങ്ങൾ കാണണം, കുഞ്ഞുങ്ങളെ കാണണം. ആരുമില്ലാത്ത അമ്മമാരുണ്ട്, അവരുമായിട്ടുള്ള സഹകരണം പങ്കിടുവാനായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു എന്നുള്ള കാര്യം ഓർപ്പിക്കുകയും ഈ പരിപാടി സഹകരിക്കുന്നതായ ഞങ്ങളുടെ ഒരു ടീം ആളുകൾ യങ്സ്റ്റേഴ്സ് അവിടെയുണ്ട്. മറ്റാരുമല്ല, ഇപ്പോൾ മാസ്റ്റർ സെമിനാരിക്കുന്ന മിസ്റ്റർ ഷാജിയുടെ നേതൃത്വം നടക്കുന്ന ഷാജി, ഒരു സുബിനുണ്ട്, തോമസ് ഉണ്ട്, തോമസിന്റെ വൈഫുണ്ട്. അങ്ങനെ ഒരു പറ്റം ആളുകൾ, പാവുലൻ നായർ സാറ് ഞങ്ങളുടെ ഈ സ്ഥാനത്തിന്റെ എല്ലാ IT പ്രിൻസിപ്പളാണ്. ആ പ്രിൻസിപ്പളിന്റെ കീഴിലുള്ളതായ ഒരു പറ്റം അധ്യാപകര്, ഇറസ്പെക്റ്റീവ് കാസ്റ്റ് ക്രീഡ് ഓഫ് കമ്മ്യൂണിറ്റി ഒരു പറ്റം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൈകോർക്കുവാൻ താല്പര്യമുള്ളവരുണ്ടായിരിക്കും. മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് വൻകാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. സാക്ഷ്യം നഷ്ടപ്പെട്ടിരിക്കുന്ന ക്രൈസ്തവ
ഇടവുകൾ ആയിരിക്കും ഞാനും നിങ്ങളും ഒരു സാക്ഷ്യമുള്ള ഒരു ഗ്രൂപ്പായി തീരുവാനായിട്ട് ഈ പ്രസ്ഥാനം മുഖാന്തരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആരുടെയും പേര് പറയാതെ നിങ്ങൾ വന്നവർക്ക് എല്ലാവർക്കും ദൈവം തമ്പുരാൻ കരുണ ചെയ്യട്ടെ നന്ദിയോടെ അർപ്പിക്കുമ്പോൾ നിങ്ങളുടെ വലിയ പ്രാർത്ഥനയിൽ നിങ്ങളുടെ സമയം കിട്ടുന്ന മുറയ്ക്ക് ആ സ്ഥാപനം സന്ദർശിച്ച് ഞങ്ങൾ ധന്യരാക്കണമെന്ന കാര്യം ഓർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്ന സമയത്ത് ദൈവം തമ്പുരാൻ നമ്മൾ സഹായിക്കുന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം മൂത്തപ്പെടട്ടെ. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായത്തിന്റെ കൃപയും പരിശുദ്ധ സമന്തവും സവാസം നാം എല്ലാവരോടുകൂടിയും നമുക്കുള്ള എല്ലാവരോടും ഈ സ്ഥാപനത്തോടും എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടും വ്യത്യസ്തങ്ങളായിട്ടുള്ള തലങ്ങളിൽ ഇതുപോലുള്ള അനുഗ്രഹമായിട്ടുള്ള ശുശ്രൂഷയിൽ ബന്ധപ്പെടുവാനായിട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന അവരോടും ഈ സ്ഥാപനം എന്തിനു വേണ്ടി വേർതിരിക്കപ്പെടുന്നു ആ സമൂഹത്തിനും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും.